ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിലെ ഫോക്കസ് പോയിന്റ്സ് ആണ് നോക്കുന്നത്. ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ്. നമുക്കറിയാം പ്ലാന്റ്സിൽ ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്നത് വാസ്കുലർ ടിഷ്യൂസായ സൈലം ആൻഡ് ഫ്ലോയമാണ്. എന്തൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാം? വാട്ടർ ആൻഡ് മിനറൽസ്, ഫുഡ് മെറ്റീരിയൽസ്, ഹോർമോൺസ്, റെസ്പിറേറ്ററി ഗ്യാസസ്, എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ്, ഇതെല്ലാം പ്ലാന്റ്സിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്ന ഒത്തിരി പ്രോസസ്സുകളുണ്ട്. അതിലുള്ള ചില പ്രോസസ്സുകളാണ് നമ്മുടെ ഫോക്കസ് ഏരിയയിലുള്ളത്. അതിൽ ഫസ്റ്റ് വൺ വാട്ടർ പൊട്ടൻഷ്യൽ എന്ന പ്രോസസ്സാണ് പറയുന്നത്. വാട്ടർ പൊട്ടൻഷ്യൽ പ്ലാന്റ്സിലെ ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്ന ഒരു പ്രോസസ്സ് വാട്ടർ പൊട്ടൻഷ്യലാണ്. നമുക്കറിയാം ഒരു സിസ്റ്റത്തിലെ വാട്ടറിന് എപ്പോഴും ഒരു കൈനറ്റിക് എനർജി ഉണ്ടാകും. ഇപ്പോൾ ഒരു ടാങ്കിലോ ഒരു ഡാമിലോ ഒക്കെ വെള്ളം നമ്മളിങ്ങനെ കെട്ടി നിർത്തിയിരിക്കുകയാണെങ്കിൽ ആ വെള്ളത്തിന് എന്ത് ചെയ്യാനുള്ള ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു എനർജി ഉണ്ട്, ഒരു പൊട്ടൻഷ്യൽ എനർജി കാണുന്നുണ്ട്. Water potential is the potential energy of water. Water potential is the potential energy of water. Water potential is represented by a Greek letter psi. ഇങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. Psi is the എന്താണ് psi റെപ്രസെൻ്റ് ചെയ്യുന്നത്? എന്താണ്? Psi എന്ന ഗ്രീക്ക് ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. അതിന് പ്രഷർ യൂണിറ്റ്സിലാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക. ആ പ്രഷർ യൂണിറ്റ്സ് പാസ്കൽസ് ആൻഡ് ബാർസ് ആണ്. പാസ്കൽസ് ആണ് അതിൻ്റെ പ്രഷർ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓർ ബാർസ് എന്നൊരു യൂണിറ്റും ഉണ്ട്. അതിൻ്റെ കണക്ക് 1 megapascal is equal to 10 bars എന്നാണ് കണക്ക്. 1 megapascal is equal to 10 bars. ഓക്കെ, അപ്പോൾ വാട്ടർ പൊട്ടൻഷ്യൽ ഈസ് ദി പൊട്ടൻഷ്യൽ എനർജി ഓഫ് വാട്ടർ. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഗ്രീക്ക് ലെറ്റർ psi. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഇൻ പ്രഷർ യൂണിറ്റ്സ് കാൾഡ് പാസ്കൽസ് ഓർ ബാർസ്. പാസ്കൽസ് പഠിക്കുക. നോക്കാം, വാട്ടർ പൊട്ടൻഷ്യലിന് രണ്ട് കമ്പോണൻസ് ആണുള്ളത്. വാട്ടർ പൊട്ടൻഷ്യലിന് രണ്ട് കമ്പോണൻസ് ഉണ്ട്. വൺ ഈസ് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ആൻഡ് ദ അതർ ഈസ് പ്രഷർ പൊട്ടൻഷ്യൽ. സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ആൻഡ് പ്രഷർ പൊട്ടൻഷ്യൽ ആക്ച്വലി ഒരു ഗ്രാവിറ്റി പൊട്ടൻഷ്യലൂടെ ഉള്ളതാണ്. കാരണം വെച്ചാൽ വാട്ടർ എപ്പോഴും താഴേക്ക് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഗ്രാവിറ്റി പൊട്ടൻഷ്യലും സഹായിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ രണ്ട് മെയിൻ പോയിന്റ്സ് നോക്കുക, സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ആൻഡ് പ്രഷർ പൊട്ടൻഷ്യൽ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ പഠിക്കാം. psi w മീൻസ് വാട്ടർ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ആൻഡ് പ്രഷർ പൊട്ടൻഷ്യൽ. വാട്ടർ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു ഇതാണ് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ആൻഡ് പ്രഷർ പൊട്ടൻഷ്യൽ. അപ്പോൾ വാട്ടർ പൊട്ടൻഷ്യൽ ഹാസ് ടു കമ്പോണൻസ്, സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ആൻഡ് പ്രഷർ പൊട്ടൻഷ്യൽ. എപ്പോഴും വാട്ടർ പൊട്ടൻഷ്യൽ ഓർ കോൺസെൻട്രേഷൻ കൂടുതൽ പ്യുവർ വാട്ടറിനായിരിക്കും. നമ്മൾ പലപ്പോഴും ചിന്തിക്കാം ഈ കോൺസെൻട്രേറ്റ് സൊല്യൂഷന് കോൺസെൻട്രേഷൻ കൂടുതലെന്ന്. ഒരു സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്യുവർ വാട്ടർ ഹാസ് ദി മാക്സിമം വാട്ടർ പൊട്ടൻഷ്യൽ. പ്യുവർ വാട്ടറിനാണ് എന്തുള്ളത്? മാക്സിമം വാട്ടർ പൊട്ടൻഷ്യൽ ഉള്ളത്. ആ പ്യുവർ വാട്ടറിലേക്ക് നമ്മൾ സൊല്യൂട്ട്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് കുറയും? വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കുറയും. കാരണം വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി അവിടെ കുറയുകയാണ്. വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കുറയുന്നു, ദെയർബൈ എന്നും കുറയുന്നു, വാട്ടർ പൊട്ടൻഷ്യലും ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്ത് ആഡ് ചെയ്യുകയാണെങ്കിൽ പ്യുവർ വാട്ടറിലേക്ക് സൊല്യൂട്ട്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ വാട്ടർ പൊട്ടൻഷ്യൽ വിൽ ഡിക്രീസ്. കാരണം എന്താണ്? പ്യുവർ വാട്ടർ ഹാസ് ദി മാക്സിമം വാട്ടർ പൊട്ടൻഷ്യൽ. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ സൊല്യൂട്ട്സ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റുന്നു? അവിടെ വാട്ടറിൻ്റെ പ്യുവർ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വാട്ടർ പൊട്ടൻഷ്യലും ഡിക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ പ്യുവർ വാട്ടറിനേക്കാൾ വാട്ടർ പൊട്ടൻഷ്യൽ കുറവായിരിക്കും ഏതിന്? സൊല്യൂഷൻസിന് എന്ന് പറയാം. ഓക്കെ, അതുകൊണ്ട് തന്നെ സാറിന് പറയാറുണ്ട് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ഈസ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കും. സൊല്യൂട്ട് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അതാണ് ഒന്നാമത്തെ കമ്പോണൻ്റ് എന്ന് പറയുന്നത്, സൊല്യൂട്ട് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. സെക്കൻഡ് ഈസ് പ്രഷർ പൊട്ടൻഷ്യൽ. പ്രഷർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് എനർജി ഉള്ളതാണ്. പോസിറ്റീവാണ് ഏത്? പ്രഷർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ട്രാൻസ്പിറേഷനിലൂടെ വെള്ളം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പ്ലാന്റ്സ് വീണ്ടും വെള്ളത്തെ അബ്സോർവ് ചെയ്യുന്നു. വെള്ളത്തെ അബ്സോർവ് ചെയ്യുമ്പോഴത്തേക്ക് ആ വെള്ളം സെൽസിനകത്തോട്ട് കിടക്കുന്നു. ആ പ്രോസസ്സ് നമുക്കറിയാം ഡിഫ്യൂഷൻ, ഓസ്മോസ് ഒക്കെയാണ് നടക്കുക. അപ്പോൾ അവിടെ പ്രഷർ ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് എന്താണ്? ടർഗർ പ്രഷർ നമുക്കറിയാം. എൻഡോസ്മോസിൻ്റെ ഫലമായിട്ട് സെൽസിനുള്ളിലുണ്ടാകുന്ന ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ നമ്മൾ എൻഡോസ്മോസിൻ്റെ ഫലമായിട്ടാണ് ടർഗർ പ്രഷർ എന്ന് പറയാം. അപ്പോൾ അവിടെ പ്രഷർ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ പ്രഷർ ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അതെന്താണ്? ഇറ്റ്സ് പോസിറ്റീവാണ്. അപ്പോൾ പ്രഷർ പൊട്ടൻഷ്യൽ ഈസ് പോസിറ്റീവ് ആണ്, സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ഈസ് നെഗറ്റീവ്. അപ്പോൾ ഇതാണ് വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. അപ്പോൾ വാട്ടർ പൊട്ടൻഷ്യൽ എന്തിനു സഹായിക്കുന്നുണ്ട്? വാട്ടറിനെ മുകളിലേക്ക് ഉയർത്താൻ അല്ലെങ്കിൽ അബ്സോർപ്ഷന് സഹായിക്കുന്നു, ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്നുണ്ട്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് വാട്ടറാണ് വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുക. ഇറ്റ് ഈസ് ഹാസ് ടു കമ്പോണൻസ്, സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ആൻഡ് പ്രഷർ പൊട്ടൻഷ്യൽ. പ്യുവർ വാട്ടർ ഹാസ് ദി മാക്സിമം, ഈ ടേം ഓർത്ത് വയ്ക്കുക, പ്യുവർ വാട്ടർ ഹാസ് ദി മാക്സിമം വാട്ടർ പൊട്ടൻഷ്യൽ. വെൻ സൊല്യൂട്ട്സ് ആർ ആഡഡ് ടു പ്യുവർ വാട്ടർ, കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ഡിക്രീസസ് ആൻഡ് സോ വാട്ടർ പൊട്ടൻഷ്യൽ ഓഫ് പ്യുവർ വാട്ടർ ഡിക്രീസസ്. അതുകൊണ്ട് തന്നെ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. പക്ഷേ പ്രഷർ പൊട്ടൻഷ്യൽ എന്താണ്? പോസിറ്റീവ് ആയിരിക്കും. കാരണം
പ്ലാന്റ്സിനകത്തേക്ക് വെള്ളം കടക്കുമ്പോൾ അവിടെ ഒരു ടർഗർ പ്രഷർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. വാട്ടർ പൊട്ടൻഷ്യൽ റെപ്രസെൻ്റ് ചെയ്യുന്ന സൈ ആണ്. യൂണിറ്റ്സ് പാസ്കൽസ് ആണ്. അപ്പോൾ ഇക്വേഷൻ കൂടെ ഓർത്ത് വയ്ക്കുക. സൈ ഡബ്ല്യു ഇസ് ഈക്വൽ ടു സൈ എസ് പ്ലസ് സൈ പി. നെക്സ്റ്റ് ഒരു ടേം എന്ന് പറയുന്നത് ഓസ്മോസിസ് ആണ്. പ്ലാന്റ്സിനെ ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടറിന് സഹായിക്കുന്ന മറ്റൊരു പ്രോസസ്സാണ് ഓസ്മോസിസ്. ബേസിക്കലി ഇത് ഡിഫ്യൂഷനാണെന്ന് അറിയാം. ഏതൊരു മോളിക്യൂളിനും ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി ഉണ്ട്. എവിടെ നിന്ന് എങ്ങോട്ട് മൂവ് ചെയ്യാൻ? ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്, ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി ഉണ്ട്. ആ ഫിസിക്കൽ പ്രോപ്പർട്ടി പറയുന്ന പേരാണ് ഡിഫ്യൂഷൻ. അപ്പോൾ ഡിഫ്യൂഷൻ ഈസ് ദി റാൻഡം മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം എ റീജിയൻ ഓഫ് ഇറ്റ്സ് ഹയർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ഇറ്റ്സ് ലോവർ ഓർ ലെസർ കോൺസെൻട്രേഷൻ. ഹയർ കോൺസെൻട്രേഷന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യാനുള്ള ഏതൊരു മോളിക്യൂൾസിൻ്റെ ആ പ്രോപ്പർട്ടിയാണ് എന്താ പറയുക? ഡിഫ്യൂഷൻ എന്ന് പറയും. പ്ലാന്റ്സിലും വാട്ടർ അകത്തേക്ക് എൻ്റർ ചെയ്യുന്നതും പോകുന്നതൊക്കെ ഡിഫ്യൂഷനെ ബേസ് ചെയ്താണ്. പക്ഷേ പ്ലാന്റ് സെൽസിലാകുമ്പോഴത്തേക്ക് സെൽ വാളിനുള്ളിലായിട്ട് സെമി പെർമിബിൾ മെംബ്രെയിൻ ഉണ്ട്. ഏതാണ്? സെൽ മെംബ്രെയിൻ ഓർ പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. ഡിഫ്യൂഷൻ ത്രൂ ദിസ് സെമി പെർമിബിൾ മെംബ്രെയിൻ ഈസ് കാൾഡ് ഓസ്മോസിസ് എന്ന് പറയും. അപ്പോൾ വാട്ട് ഈസ് ഓസ്മോസിസ്? Osmosis is the random movement of molecules from a region of its higher concentration to a region of its lower concentration through a semi-permeable membrane. A random movement of molecules from a region of its higher concentration to a region of its lower concentration through semi-permeable membrane is called ഓസ്മോസിസ്. ഓസ്മോസിസ് രണ്ട് തരത്തിൽ നടക്കും. ഇപ്പോൾ സെൽസിനകത്തേക്കും വാട്ടർ എൻ്റർ ചെയ്യാൻ, പുറത്തേക്കും നടക്കാം. ഇപ്പോൾ ഇത് ഒരു സെൽ ആണെങ്കിൽ ഈ സെൽ മെംബ്രെയിനിലൂടെ അകത്തേക്ക് വാട്ടർ എൻ്റർ ചെയ്യാം. അപ്പോൾ ഓസ്മോസിസ് ഇൻറ്റു ദ സെൽ ഈസ് കാൾഡ് എൻഡോസ്മോസിസ്. ഓസ്മോസിസ് ഇൻറ്റു ദ സെൽ ഈസ് കാൾഡ് എൻഡോസ്മോസിസ് ആൻഡ് ഔട്ട് ഓഫ് ദി സെൽ ഈസ് കാൾഡ് എക്സോസ്മോസിസ്. കാരണം പറയാം, നമ്മൾ വാട്ടർ കൊടുക്കുമ്പോൾ പ്ലാന്റ്സ് അതിനെ അബ്സോർബ് ചെയ്യുന്നു, സെൽസിനകത്തേക്ക് വെള്ളം കിടക്കുന്നു. ട്രാൻസ്പിറേഷൻ്റെ സമയത്ത് വെള്ളം സെൽസിൽ നിന്ന് പുറത്തേക്കാണ് നഷ്ടപ്പെടുക ആസ് വേപ്പർ. അപ്പോൾ ഓസ്മോസിസ് ടു ടൈപ്സ് ഉണ്ട്. ഇൻറ്റു ദ സെൽ ആണെങ്കിൽ എൻഡോസ്മോസിസ്, ഔട്ട് ഓഫ് എ സെൽ ആണെങ്കിൽ എക്സോസ്മോസിസ്. എൻഡോസ്മോസിസിൻ്റെ ഫലമായിട്ട് അകത്ത് വെള്ളം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രഷർ ഡെവലപ്പ് ചെയ്യുന്നു. അകത്ത് കയറിയ വെള്ളം അതിൻ്റെ സെൽ വാളിലേക്ക് ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് പ്രഷർ ഈസ് കാൾഡ്, ദാറ്റ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഈസ് കാൾഡ് ടർഗർ പ്രഷർ. അപ്പോൾ ടർഗർ പ്രഷർ ഈസ് ദി ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഡെവലപ്ഡ് ഇൻ ദ സെൽസ് due to the entry of water into the cell. That entry of water into the cell is called endosmosis. അപ്പോൾ എൻഡോസ്മോസിൻ്റെ ഫലമായിട്ട് സെൽസിൽ അനുഭവപ്പെടുന്ന പ്രഷറിനെ എന്ത് പറയാം? ടർഗർ പ്രഷർ എന്ന് പറയാം. അപ്പോൾ ആസ് എ റിസൾട്ട് എന്താണ്? സെൽസ് ബിക്കം ടർജിഡ്. ദാറ്റ് കണ്ടീഷൻ ഈസ് കാൾഡ് ടർജിഡിറ്റി. അപ്പോൾ എൻഡോസ്മോസിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നൊരു കണ്ടീഷനാണ് ടർജിഡിറ്റി. കാരണം സെൽസിനകത്ത് എൻ്റർ ചെയ്ത വാട്ടർ അവിടെ ഒരു പ്രഷർ എക്സെർട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് പ്രഷർ ഈസ് കാൾഡ് ടർഗർ പ്രഷർ. ആസ് എ റിസൾട്ട് സെൽ ബിക്കം ടർജിഡ്. ദാറ്റ് കണ്ടീഷൻ ഈസ് കാൾഡ് ടർജിഡിറ്റി. ഇനി നെക്സ്റ്റ് നോക്കുക എക്സോസ്മോസിസ്. എക്സോസ്മോസിസ് ഇസ് ദി ഓസ്മോസിസ് ഔട്ട് ഓഫ് എ ലിവിങ് സെൽ. സെൽസിൽ നിന്ന് പുറത്തേക്ക് പോയാൽ ഇറ്റ് ഈസ് കാൾഡ് എക്സോസ്മോസിസ്. അപ്പോൾ പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് ടർഗർ പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു. ടർഗർ പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോൾ സെൽസ് ബിക്കം ഷ്രിങ്കിങ്. സെൽസ് എന്ത് ചെയ്യുന്നു? ചുരുങ്ങുന്നു, ഷ്രിങ്ക് ചെയ്യുന്നു. നേരത്തെ ടർജിഡ് ആയിരുന്നു, ഇവിടെ എന്താണ്? ഷ്രിങ്ക് ചെയ്യുന്നു. ഷ്രിങ്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ കണ്ടീഷനെ പറയുന്ന പേര് ഫ്ലാസിഡിറ്റി എന്നാണ്. അപ്പോൾ ടർജിഡിറ്റി ആൻഡ് ഫ്ലാസിഡിറ്റി ഓർത്ത് വയ്ക്കുക. എൻഡോസ്മോസിൻ്റെ ഫലമായിട്ട് ടർജിഡിറ്റി ഡെവലപ്പ് ചെയ്യുന്നു. എക്സോസ്മോസിൻ്റെ ഫലമായിട്ട് ഫ്ലാസിഡിറ്റിയും ഡെവലപ്പ് ചെയ്യുന്നു. എക്സോസ്മോസിലൂടെ വെള്ളം പുറത്തേക്ക് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ സെൽ ഷ്രിങ്ക് ചെയ്യുന്നു. അപ്പോൾ ടർഗർ പ്രഷർ കുറയുന്നു. അപ്പോഴത്തെ കണ്ടീഷൻ പറയുന്ന പേര് ഫ്ലാസിഡിറ്റി. അപ്പോൾ എൻഡോസ്മോസിസ്, ടർജിഡിറ്റി ആൻഡ് എക്സോസ്മോസിസ്, ഫ്ലാസിഡിറ്റി ഓർക്കുക. ഈ ഓസ്മോസിസ് ആണ് അപ്പോൾ പ്ലാന്റ്സിനെ എന്തിനു സഹായിക്കുക? ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നു. ഇനി ഓസ്മോസിസ് ഏത് മോളിക്യൂൾസ് ആണെങ്കിലും മൂവ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ഓസ്മോസിൻ്റെ റേറ്റ് എല്ലാ മോളിക്യൂൾസിനും ഒരുപോലെ അല്ല. അപ്പോൾ റേറ്റ് ഓഫ് ദി ഓസ്മോസിസ് ഈസ് എന്താണ്? കൺട്രോൾഡ് ബൈ അല്ലെങ്കിൽ ഡിപ്പെൻഡ്സ് ഓൺ പ്രഷർ ഗ്രേഡിയൻറ്റ് ആൻഡ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് എന്ന് പറയാം. പ്രഷർ ഗ്രേഡിയൻറ്റ് ആൻഡ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. റേറ്റ് ആൻഡ് ഡയറക്ഷൻ ഓഫ് എന്താണ്? ഓസ്മോസിസ്. സെൽസിന് അകത്തേക്കും ആകാം എന്ന് പറഞ്ഞ് പുറത്തേക്കും ആകാം. അപ്പോൾ ആ റേറ്റിനും പിന്നെ അതിൻ്റെ ഡയറക്ഷനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? പ്രഷർ ഗ്രേഡിയൻറ്റും കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റുമാണ്. സ്ഥിരമായി ചോദിക്കുന്ന ഒരു പിക്ചറാണ് ഇത്. സ്ഥിരമായി ചോദിക്കുന്നത് നമുക്ക് ഇവിടെ നമുക്കൊരു ബീക്കർ കാണാം, സെപ്പറേറ്റഡ് ബൈ എ സെമി പെർമിബിൾ മെംബ്രെയിൻ. ഇവിടെ സെമി പെർമിബിൾ മെംബ്രെയിൻ വഴി സെപ്പറേറ്റ് ചെയ്ത ഒരു ബീക്കറാണ് ഉള്ളത്. അതിൽ എ എന്ന പോർഷനിൽ എടുത്തിരിക്കുന്നത് പ്യുവർ വാട്ടറാണ്. പ്യുവർ വാട്ടർ എടുത്തിരിക്കുന്നു. ബിയിൽ എടുത്തിരിക്കുന്നത് ഒരു കോൺസെൻട്രേറ്റഡ് ഷുഗർ സൊല്യൂഷൻ, ഒരു സുക്രോസ് സൊല്യൂഷൻ എന്തൊക്കെയാണ്? സുക്രോസ് സൊല്യൂഷൻ മീൻസ് എന്താണ്? സൊല്യൂഷനാണ്.
അപ്പോൾ ഇതിങ്ങനെ റെസ്റ്റിൽ വെക്കുകയാണ്. രണ്ടിൻ്റെ ലെവൽ സെയിം ആണ്. ഉണ്ടല്ലോ ഇവിടെ എ ആൻഡ് ബിയിലുള്ള ലെവൽ സെയിം ആണ്. എ എന്ന ചേംബറിലുള്ളത് പ്യുവർ വാട്ടറും ബി ചേംബറിലുള്ളത് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനുമാണ്. ഇത് അല്പസമയം റെസ്റ്റിൽ വെക്കുക. അനങ്ങാതെ വെച്ച് കഴിഞ്ഞാൽ അല്പസമയം കഴിയുമ്പോഴത്തെ അവിടെ ഓസ്മോസിസ് നടക്കും. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, പ്യുവർ വാട്ടർ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനിലേക്കാണോ വരുന്നത്, കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ പ്യുവർ വാട്ടറിലേക്കാണോ പോകുന്നത് എന്നാണ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എപ്പോഴും ഡൗട്ട് തോന്നാവുന്നത് ഈ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനാണ്. നമ്മളിവിടെ പഠിക്കുന്നത് എങ്ങനെയാണ്, ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷനിലേക്കാണ് മൂവ് ചെയ്യാമെന്ന് പഠിക്കും. അപ്പോൾ ഡൗട്ട് തോന്നുന്നത് എന്താണ്, കോൺസെൻട്രേറ്റ് സൊല്യൂഷനാണ്, കോൺസെൻട്രേഷൻ കൂടുതൽ, അത് പ്യുവർ വാട്ടറിലേക്ക് മൂവ് ചെയ്യും എന്നായിരിക്കും നമുക്ക് തോന്നുക. പക്ഷേ മൂവ്മെൻറ്റ് നടക്കുന്നത് നേരെ ഓപ്പോസിറ്റായിട്ടാണ്. പ്യുവർ വാട്ടറാണ് എവിടേക്ക്, കോൺസെൻട്രേറ്റ് സൊല്യൂഷനിലേക്ക് വരിക. ഇവിടെ പ്യുവർ വാട്ടർ മീൻസ് ഓൺലി പ്യുവർ വാട്ടർ മാത്രമേ ഉള്ളൂ എ ചേംബറിൽ. ഇവിടെയാണെങ്കിൽ കോൺസെൻട്രേറ്റ് സൊല്യൂഷനാണ്. അപ്പോൾ സൊല്യൂട്ട് പ്ലസ് വാട്ടറാണ് ഏത് കോൺസെൻട്രേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. സൊല്യൂട്ടും വാട്ടറും കൂടെ ചേർന്നിട്ടാണ് അവിടെ കോൺസെൻട്രേറ്റ് സൊല്യൂഷനായിട്ട് മാറുക. അപ്പോൾ കമ്പയർഡ് ടു ദ ബി ചേംബർ, എ ഹാസ് ദി മാക്സിമം വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയാം, എ ഹാസ് ദി മാക്സിമം കോൺസെൻട്രേഷൻ. അപ്പോൾ മാക്സിമം കോൺസെൻട്രേഷൻ ഇവിടെ പ്യുവർ വാട്ടറിനാണ്. അപ്പോൾ വാട്ടറാണ് ഇങ്ങോട്ട് മൂവ് ചെയ്യുക. ഇനി പിക്ചറിൽ കോൺസെൻട്രേറ്റ് സൊല്യൂഷൻ അപ്പുറത്താണെങ്കിൽ ഇപ്പുറത്ത് ഓർത്ത് വയ്ക്കുക, പ്യുവർ വാട്ടറാണ് എപ്പോഴും കോൺസെൻട്രേറ്റ് സൊല്യൂഷനിലേക്ക് മൂവ് ചെയ്യുക. അല്ല, ഇതിനല്ല. ആരുടെ കോൺസെൻട്രേഷനാണ് നോക്കുന്നത്, വാട്ടറിൻ്റെയാണ്. വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തു നിന്നും വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തേക്കാണ് മൂവ് ചെയ്യുക. ഇവിടെ വാട്ടർ മാത്രമേ ഉള്ളൂ, അതിനാണ് മാക്സിമം കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഉള്ളതൊരു സൊല്യൂഷനാണ്. അപ്പോൾ സൊല്യൂഷനിൽ എന്ന് പറയുമ്പോൾ പ്യുവർ വാട്ടറിനേക്കാളും കോൺസെൻട്രേഷൻ കുറവായിരിക്കും, വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. അപ്പോൾ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തു നിന്നും വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തേക്കാണ് മൂവ് ചെയ്യുക. ഇതാണ് ഓസ്മോസ് നടക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, ഓർത്ത് വെക്കുക. എന്താണ് ചെയ്തവിടെ, ഒരു ബീക്കർ സെപ്പറേറ്റഡ് ബൈ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ, ടു ചേംബേഴ്സ് എ ആൻഡ് ബി. എ ഈസ് ഫിൽഡ് വിത്ത് പ്യുവർ വാട്ടർ ആൻഡ് ബി ഈസ് ഫിൽഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. അത് റെസ്റ്റിൽ വെച്ചിരിക്കുക. അല്പം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞല്ലോ, എന്താ സംഭവിക്കുക, അവിടെ പ്യുവർ വാട്ടറാണ് എവിടേക്ക് മൂവ് ചെയ്യുക, കോൺസെൻട്രേറ്റ് സൊല്യൂഷനിലേക്ക് മൂവ് ചെയ്യുക. പ്യുവർ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്ത് നിന്നും വാട്ടറിൻ്റെ തന്നെ കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തേക്കാണ് മൂവ് ചെയ്യുക. അപ്പോൾ പ്യുവർ വാട്ടറിൽ നിന്നും കോൺസെൻട്രേറ്റ് സൊല്യൂഷനിലേക്ക് പോകുന്നു. അപ്പോൾ എന്ത് പറ്റും, അല്പം കഴിയുമ്പോഴത്തേക്ക് ഈ ഷുഗർ സൊല്യൂഷൻ്റെ അളവ് ഉയർന്നിരിക്കുന്ന കാണാം. അപ്പോൾ അതാണ് റേറ്റ് ഓഫ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. അതാണ് പറയുക റേറ്റ് ആൻഡ് ഡയറക്ഷൻ ഇങ്ങോട്ടായിരുന്നു. റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്താണ്, പ്രഷർ ഗ്രേഡിയൻറ്റ് ആൻഡ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ആയിട്ട്. ഇവിടെ വാട്ടറിനാണ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് കൂടുതൽ, കോൺസെൻട്രേറ്റ് ഗാഢത വ്യത്യാസമുണ്ട്, പ്രഷർ വ്യത്യാസമുണ്ട് ഇല്ലേ. അപ്പോൾ ഇവിടെ പ്യുവർ വാട്ടറിനാണ് എന്തുള്ളത്, കൂടുതൽ കോൺസെൻട്രേഷൻ ഉള്ളത് കമ്പയർഡ് ടു ദി സൊല്യൂഷൻ. അപ്പോൾ അത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്തു. ഇത് ഒരു എക്സ്പെരിമെൻറ്റിലൂടെ നമുക്ക് തെളിയിക്കാവുന്നതാണ്. ഈ എക്സ്പെരിമെൻറ്റ് ബാക്കി പിക്ചേഴ്സ് ഇവിടെ ഉണ്ട്. ഇവിടെ ആ എക്സ്പെരിമെൻറ്റ് പറയുന്ന പേര് തിസിൽ ഫണൽ എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ ഓസ്മോസ്കോപ്പ് എന്നാണ്. തിസിൽ ഫണൽ എക്സ്പെരിമെൻറ്റ് ഓർ ഓസ്മോസ്കോപ്പ് എന്നാണ് പറയുക. നമ്മളൊരു ബീക്കർ എടുത്തിട്ടുണ്ട്. ബീക്കറിനുള്ളിലുള്ളത് പ്യുവർ വാട്ടറാണ്. ബീക്കറിൽ എന്തുണ്ട്, പ്യുവർ വാട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തിസിൽ ഫണൽ എടുക്കുക. ഫണലിൻ്റെ മൗത്ത് പാർട്ട് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ലൈക്ക് എഗ് മെംബ്രെയിൻ പോലെ എന്തെങ്കിലും കൊണ്ട് ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ കൊണ്ട് ടൈറ്റ് ചെയ്ത് കെട്ടിയ എന്താണുള്ളത്, ഒരു തിസിൽ ഫണൽ ആണ് എടുക്കുക. ഈ ഫണലിൻ്റെ ഉള്ളിലേക്ക് എന്തെടുക്കുക, ഒരു ഷുഗർ സൊല്യൂഷൻ എടുക്കുക. ഫോർ എക്സാമ്പിൾ സുക്രോസ് സൊല്യൂഷൻ എടുത്തു എന്ന് കരുതുക. സുക്രോസ് സൊല്യൂഷൻ എടുക്കുകയാണ് ഫണലിനുള്ളിൽ. അല്പസമയം റെസ്റ്റിൽ വയ്ക്കുക. ഈ ഫണലിലേക്ക് ഇവിടെ കണക്ട് ചെയ്ത് നിർത്തണം. ഫണലിലേക്ക് ഇവിടെ ടൈറ്റ് ചെയ്ത് സ്റ്റാൻഡിൽ ഉറപ്പിക്കണം. ഓക്കെ, അപ്പോൾ സുക്രോസ് സൊല്യൂഷൻ എടുത്തിരിക്കുക. ഇതുപോലെ അല്പസമയം റെസ്റ്റിൽ വയ്ക്കുക. അപ്പോൾ എന്താണ് കാണുന്നത്, അപ്പോൾ ഡൗട്ട് എന്താണ്, ഷുഗർ സൊല്യൂഷൻ മെംബ്രെയിനിലൂടെ ബീക്കറിലെ വെള്ളത്തിലേക്ക് വരുമോ അതോ ബീക്കറിലെ വാട്ടർ ഫണലിനകത്തേക്ക് കടക്കുമോ എന്നാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞാലെന്നറിയാം, പ്യുവർ വാട്ടറിനാണ് എവിടേക്ക് പോവുക, ഇപ്പുറത്തെ സൊല്യൂഷനിലേക്ക് പോവുക. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മൂവ്മെൻ്റ് എന്ന് പറയുന്നാൽ എന്താണ്, ബീക്കറിലെ പ്യുവർ വാട്ടർ എഗ് മെംബ്രെയിനിലൂടെ എവിടേക്ക് ഫണലിനുള്ളിലേക്കാണ് കടക്കുക. വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയ ബീക്കറിൽ നിന്നും വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞ എവിടേക്ക്, ഫണലിനുള്ളിലേക്ക് മൂവ് ചെയ്യുന്നു ത്രൂ ദി മെംബ്രെയിൻ, സെമി പെർമിയബിൾ മെംബ്രെയിൻ. അപ്പോൾ ആ പ്രോസസ്സാണ് ഇവിടെ നടക്കുക. മനസ്സിലായല്ലോ. അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുക, ഓസ്മോസ്കോപ്പ് അല്ലെങ്കിൽ തിസിൽ ഫണൽ എക്സ്പെരിമെൻ്റ് എന്ന് പറയുക. ഒരിക്കലും കോൺസെൻട്രേറ്റ് സൊല്യൂഷൻ താഴേക്കല്ല വരിക, ബീക്കറിലുള്ള വാട്ടർ മുകളിലേക്കാണ്. വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയ ബീക്കറിൽ നിന്നും വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞ ഷുഗർ സൊല്യൂഷനിലേക്ക് പോകണം, സുക്രോസ് സൊല്യൂഷനിലേക്കാണ് മൂവ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് അവിടെ എൻട്രി നടക്കുക. അപ്പോൾ ഇതാണ് തിസിൽ ഫണൽ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ്, ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ഈ എക്സ്പെരിമെൻറ്റിലേക്ക് ഈ അപ്പാരറ്റസിലേക്ക് ഒരു എക്സ്റ്റേണൽ പ്രഷർ അപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും. ഒരു എക്സ്റ്റേണൽ പ്രഷർ ഇവിടെ നിന്ന് അപ്ലൈ ചെയ്യണം.
എക്സ്റ്റേണൽ പ്രഷർ അപ്ലൈ ചെയ്താൽ വാട്ടറിൻ്റെ എൻട്രി നിൽക്കുന്നു, കാരണം പിന്നെ അവിടെ വാട്ടർ അകത്തേക്ക് കടക്കുന്നില്ല. മീൻസ് ഓസ്മോസിസ് വിൽ സ്റ്റോപ്പ്. ആ എക്സ്റ്റേണൽ പ്രഷറാണ് അവിടെ നടക്കുക. ഇറ്റ് ഈസ് കാൾഡ് ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ ഓസ്മോസിസ് നടക്കുന്ന ഒരു അപ്പാറ്റസിലേക്ക് നമ്മളൊരു എക്സ്റ്റേണൽ പ്രഷർ അപ്ലൈ ചെയ്താൽ ഓസ്മോസിസ് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. പിന്നെ ബീക്കറിൽ നിന്ന് വാട്ടർ എവിടേക്ക്, ഫണലിനുള്ളിലേക്ക് കടക്കില്ല. ഇതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഓസ്മോസാണ്. ഈ ഓസ്മോസ് എന്തിനു സഹായിക്കുന്നുണ്ട്? ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ ഇൻ പ്ലാന്റ്സിന് സഹായിക്കുന്നു പറഞ്ഞു. ബേസിക്കലി ഇത് ഡിഫ്യൂഷനാണ്. പക്ഷേ പ്ലാന്റ്സിലാകുമ്പോഴത്തേക്ക് ഇതിലൂടെ സെമി പെർമിയബിൾ മെംബ്രെയിനായ സെൽ മെംബ്രെയിനിലൂടെ നടക്കുമ്പോൾ ഇറ്റ് ഈസ് ഓസ്മോസ് എന്ന് പറയാം. 2 types നടക്കാം. ഇൻറ്റു ദ സെൽ ഈസ് കാൾഡ് എൻഡോസ്മോസിസ്. ആസ് എ റിസൾട്ട് സെൽ ബിക്കം ടർജിഡ്. ദാറ്റ് കണ്ടീഷൻ ഇസ് കാൾഡ് ടർജിഡിറ്റി. അതിന് സഹായിക്കുന്ന പ്രഷർ ടഗ് പ്രഷറാണ്. പിന്നെ വാട്ടർ പുറത്തേക്കാണ് പോകുന്നതെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് എക്സോസ്മോസിസ്. ആസ് എ റിസൾട്ട് സെൽ ഷ്രിങ്ക് ചെയ്യുന്നു. ആ കണ്ടീഷന് പറയുന്ന പേര് ഫ്ലാസിഡിറ്റി, കാരണം അപ്പോൾ അവിടെ ടഗ് പ്രഷർ കുറയുന്നു. ഈ 2 ടേംസ് ഓർത്ത് വയ്ക്കുക. ഓസ്മോസിൻ്റെ റേറ്റ് ആൻഡ് ഡയറക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ ആൻഡ് പ്രഷർ ഗ്രേഡിയൻ്റ് ആണ്. ഈ 2 പിക്ചേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വയ്ക്കുക. പ്യുവർ വാട്ടറാണ് എവിടേക്ക്, കോൺസെൻട്രേറ്റ് സൊല്യൂഷനിലേക്ക് മൂവ് ചെയ്യുക. A to B ഈ മൂവ്മെൻ്റ് ആണ് നടക്കുക. ഇവിടെ ബീക്കർ ടു ദി ഫണൽ ഇങ്ങനെയാണ് പോവുക. പിന്നെ എക്സ്റ്റേണൽ പ്രഷർ അപ്ലൈ ചെയ്താൽ പ്രഷർ ഓസ്മോസിസ് സ്റ്റോപ്പ് ചെയ്യുന്നു. ഇതാണ് ഓസ്മോസിസിൽ പറയുന്ന മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പ്ലാസ്മോളിസിസ് ആണ്. പ്ലാസ്മോളിസിസ് എന്താണ്? വിഡ്രാവൽ ഓഫ് പ്രോട്ടോപ്ലാസ്റ്റ് ഫ്രം ദ സെൽ വാൾ വെൻ ദ സെൽ ഈസ് പ്ലേസ്ഡ് ഇൻ എ ഹൈപ്പർടോണിക് സൊല്യൂഷൻ. ഒരു സെല്ലിനെ നമ്മളൊരു ഹൈപ്പർടോണിക് സൊല്യൂഷനിൽ പ്ലേസ് ചെയ്താൽ പ്രോട്ടോപ്ലാസ്റ്റ്, ആ സെല്ലിൻ്റെ പ്രോട്ടോപ്ലാസ്റ്റ് സെൽ വാളിൽ നിന്നും അകന്ന് ഉള്ളിലേക്ക് പോകുന്ന ഒരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സിനാണ് എന്താ പറയുക, പ്ലാസ്മോളിസിസ് എന്ന് പറയും. അപ്പോൾ അത് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആ സൊല്യൂഷൻസ് നോക്കാം. സൊല്യൂഷൻസ് ആർ ഓഫ് 3 types based on tonicity. What is tonicity? Tonicity is the external osmotic environment of a cell. External osmotic environment of a cell is called, means സെല്ലിന് പുറത്തുള്ള ആ കോൺസെൻട്രേഷൻ, ഓസ്മോട്ടിക് കോൺസെൻട്രേഷനെയാണ് എന്ത് പേര് പറയുക, ടോണിസിറ്റി എന്ന് പറയാം. ബേസ്ഡ് ഓൺ ടോണിസിറ്റി സൊല്യൂഷൻസ് ആർ ഓഫ് 3 types: ഹൈപ്പർടോണിക്, ഹൈപ്പോട്ടോണിക് ആൻഡ് ഐസോട്ടോണിക് സൊല്യൂഷൻസ് എന്ന് പറയാം. കോൺസെൻട്രേറ്റ് സൊല്യൂഷനാണ് നമ്മൾ ഹൈപ്പർടോണിക് സൊല്യൂഷൻ എന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള ഹൈപ്പർടോണിക് സൊല്യൂഷനിലാണ് നമ്മൾ എന്ത് വയ്ക്കുന്നത്, ഒരു സെല്ല് വയ്ക്കുന്നത്. ഇത് ആ സെൽ ആണെന്ന് കരുതുക. അപ്പോൾ ഒരു സെല്ലിനെ നമ്മൾ ഹൈപ്പർടോണിക് സൊല്യൂഷനിൽ വയ്ക്കുമ്പോൾ അതിൻ്റെ പ്രോട്ടോപ്ലാസ്റ്റ് സെൽ വാളിൽ നിന്ന് അകന്ന് പറയും. നമുക്കറിയാം സെൽ വാൾ എന്ന് പറയുന്നത് ഒരു നോൺ ലിവിങ് ബൗണ്ടറിയാണ്. സെല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, റിജിഡിറ്റി കൊടുക്കാൻ, ഷേപ്പൊക്കെ കൊടുക്കാൻ സഹായിക്കുന്ന ഒരു നോൺ ലിവിങ് ബൗണ്ടറിയാണ് ഏത്, സെൽ വാൾ എന്ന് പറയുന്നത്. ശരിക്കും സെല്ലിൻ്റെ ലൈഫ് കൊടുക്കുന്നത് പ്രോട്ടോപ്ലാസ്റ്റാണ്. പ്രോട്ടോപ്ലാസ്റ്റിനെ പറയുന്നത് ഫിസിക്കൽ ബേസിസ് ഓഫ് ലൈഫ് എന്നാണ്. അപ്പോൾ ഫിസിക്കൽ ബേസ് ഓഫ് ലൈഫ് എന്ന് അറിയുന്നത് പ്രോട്ടോപ്ലാസ്റ്റാണ്. ഈ പ്രോട്ടോപ്ലാസ്റ്റ് സെൽ വാളിനോട് ചേർന്നിരിക്കുകയാണ്. സെൽ വാൾ ഈസ് നോൺ ലിവിങ്, പ്രോട്ടോപ്ലാസ്റ്റ് ഈസ് ലിവിങ് കണ്ടന്റ് എന്ന പ്രോട്ടോപ്ലാസ്റ്റ്. ആ പ്രോട്ടോപ്ലാസ്റ്റിലാണ് ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം, പ്രോട്ടോപ്ലാസ്റ്റ് എല്ലാം ഉണ്ടാകുന്നത്. ആ ഓർഗനൽസ് എല്ലാം കാണുന്ന പ്രോട്ടോപ്ലാസ്റ്റിലാണ്. ഈ പ്രോട്ടോപ്ലാസ്റ്റ് നോക്കുക, ഇവിടെ സെൽ വാളിനോട് ചേർന്നിരിക്കുന്ന കാണാം. ഈ സെല്ലിനെയാണ് നമ്മൾ എവിടെ വയ്ക്കുന്നത്, ഹൈപ്പർടോണിക് സൊല്യൂഷനിൽ വെക്കുന്നത്. ഹൈപ്പർടോണിക് സൊല്യൂഷനിൽ വെക്കുമ്പോൾ ഈ സെൽ വാളിനോട് ചേർന്നിരിക്കുന്ന പ്രോട്ടോപ്ലാസ്റ്റ് എല്ലാ ഭാഗത്തു നിന്നും ആ സെൽ വാളിൽ നിന്നുള്ള കണക്ഷൻ കട്ട് ചെയ്തിട്ട് അത് ഉള്ളിലേക്ക് ചേർന്ന് വരികയാണ്. ആ പ്രോസസ്സിനാണ് പ്ലാസ്മോളിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കുക, വിഡ്രാവൽ ഓഫ് പ്രോട്ടോപ്ലാസ്റ്റ് ഫ്രം ദ സെൽ വാൾ വെൻ ദ സെൽ ഈസ് പ്ലേസ്ഡ് ഇൻ എ ഹൈപ്പർടോണിക് സൊല്യൂഷൻ ഈസ് കാൾഡ് പ്ലാസ്മോളിസിസ്. ഇതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ പ്രോട്ടോപ്ലാസ്റ്റ് എല്ലാ ഭാഗത്തും ഇവിടെ ടച്ച് ചെയ്തിരിക്കുകയാണ് സെൽ വാളുമായിട്ട്. ആദ്യത്തെ സ്റ്റേജിൽ ഇടയ്ക്കിടയ്ക്കുള്ള കണക്ഷൻ അങ്ങ് വിടുകയാണ്. പ്രോട്ടോപ്ലാസ്റ്റ് സെൽ വാളിൽ നിന്നുള്ള ഇടയ്ക്കുള്ള കണക്ഷൻ വിട്ടുപോയിട്ട് ഈ ഒരു സ്റ്റേജിലായിട്ട് മാറുന്നു. ചില ഭാഗങ്ങളിൽ മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ അവിടെ. ബാക്കിയുള്ള ഭാഗം സെൽ വാളിൽ നിന്ന് അകന്ന് വരാൻ തുടങ്ങുകയാണ്. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ്, ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് പ്ലാസ്മോളിസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കാൾഡ് ഇൻസിപ്പിയൻ പ്ലാസ്മോളിസിസ്. അപ്പോൾ വാട്ട് ഈസ് ഇൻസിപ്പിയൻ? ഇനിഷ്യൽ സ്റ്റേജ് ഓർ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് പ്ലാസ്മോളിസിസ് ഈസ് കാൾഡ് ഇൻസിപ്പിയൻ പ്ലാസ്മോളിസിസ്. എന്ത് നടക്കുന്നു അവിടെ? പ്രോട്ടോപ്ലാസ്റ്റ് ബിഗിൻസ് ടു വിഡ്രാ ഫ്രം ദ സെൽ വാൾ. ഇവിടെ എല്ലാ ഭാഗവും ടച്ച് ചെയ്തിരുന്നതാണ് സെൽ വാളിനോട്, അതെന്ത് ചെയ്യുന്നു, വിഡ്രാ ചെയ്യാൻ വരാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഈസ് കാൾഡ് ഇൻസിപ്പിയൻ പ്ലാസ്മോളിസിസ്. നെക്സ്റ്റ് സ്റ്റേജിൽ നോക്കുക, അത് ഗ്രാജുവലി അത് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇവിടെ ടച്ച് ചെയ്തിരിക്കുന്ന ആ കണക്ഷൻ കൂടെ സെൽ വാളിൽ നിന്ന് അങ്ങനെ അകലുകയാണ്. അപ്പോൾ സെൽ വാളുമായിട്ടുള്ള കണക്ഷൻ പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതാണ് ഏത് സ്റ്റേജ് എന്ന് പറയുന്നത്, നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അവിടെ അവസാനം കണക്ഷൻ എല്ലാം പോയി അതൊരു സ്ഫെരിക്കൽ ഷേപ്പിലെത്തുന്നു, പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. സെൽ വാളുമായിട്ടുള്ള കണക്ഷൻ നഷ്ടപ്പെട്ടത് സ്ഫെരിക്കൽ ഷേപ്പിലെത്തുന്നു. ഇപ്പം എന്തായി മാറി, പ്ലാസ്മോളിസിസിൻ്റെ ഫൈനൽ സ്റ്റേജായി. ദിസ് ഫൈനൽ സ്റ്റേജ് ഈസ് കാൾഡ് എവിഡൻ പ്ലാസ്മോളിസിസ്.
അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഈസ് കാൾഡ് ഇൻസിപ്പിയൻറ്റ് പ്ലാസ്മോളിസിസ്. അവിടെ എന്താണ് ഈ പ്രോട്ടോപ്ലാസം അവിടെ നിന്ന് അകന്ന് വരാൻ തുടങ്ങുകയാണ്. നെക്സ്റ്റ് സ്റ്റേജിൽ എന്ത് ചെയ്യുന്നു, ലാസ്റ്റ് സ്റ്റേജിൽ എവിഡൻറ്റ് പ്ലാസ്മോളിസിസ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് ഫോം ചെയ്യുന്നു ആർക്കൊക്കെ ഇടയിൽ, പ്രോട്ടോപ്ലാസ്റ്റിനും സെൽ വാളിനും ഇടയിലായിട്ട്. അപ്പോൾ അവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ സെൽ വാൾ ആരോടൊപ്പം പ്രോട്ടോപ്ലാസ്റ്റിനോട് ഇങ്ങനെ ഒട്ടിച്ചേരുകയാണ് ചെയ്യുക. അപ്പോഴത്തേക്ക് അതൊരു സ്ഫെറിക്കൽ ഷേപ്പിൽ സ്ട്രക്ചറായിട്ട് മാറുന്നു. ഇതാണ് ഏത് എവിഡൻറ്റ് പ്ലാസ്മോളിസിസ് എന്ന് പറയുന്നത്. കംപ്ലീഷൻ ഓഫ് പ്ലാസ്മോളിസിസ് ഈസ് കാൾഡ് എവിഡൻറ്റ് പ്ലാസ്മോളിസിസ്. ഓക്കെ, ഇങ്ങനെ പ്ലാസ്മോളിസിസ് നടന്ന ഈ സെല്ലിനെ നമുക്ക് പ്ലാസ്മോളൈസ്ഡ് സെൽ എന്ന് പറയാം. പ്ലാസ്മോളൈസ്ഡ് സെൽ എന്ന് പറയാം. ഈ പ്ലാസ്മോളൈസ്ഡ് സെല്ലിനെ നമ്മൾ വീണ്ടും പ്യുവർ വാട്ടറിൽ വെക്കുകയാണ്. നമ്മളിപ്പോൾ വെച്ചിരുന്നത് ഹൈപ്പർട്ടോണിക് സൊല്യൂഷനാണ് വെച്ചിരുന്നത്. അതിനെ നമ്മൾ പ്യുവർ വാട്ടറിലേക്ക് വെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, വീണ്ടും വെള്ളം അകത്തേക്ക് കടക്കാം, പ്രോട്ടോപ്ലാസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ അത് റിവേഴ്സൽ ഓഫ് പ്ലാസ്മോളിസിസ് ആണ്. ദിസ് റിവേഴ്സൽ ഓഫ് പ്ലാസ്മോളിസിസ് ഈസ് കാൾഡ് ഡീപ്ലാസ്മോളിസിസ്. ഡീപ്ലാസ്മോളിസിസ്. ഓക്കെ, റിമൂവൽ അത് തിരിച്ചു പോവാണ്, റിവേഴ്സലാണ് അവിടെ നടക്കുക. ഇറ്റ് ഈസ് കാൾഡ് ഡീപ്ലാസ്മോളിസിസ്. ഇത് വേറൊന്നുമല്ല, നമ്മൾ വീട്ടിൽ മാങ്ങയൊക്കെ ഉപ്പിലിടാറുണ്ട്. അപ്പോഴത്തേക്ക് ആ വേർത്ത് നിൽക്കുന്ന മാങ്ങയൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ ചുളുങ്ങി വരുന്ന കാണാം. അവിടെ നടക്കുന്ന പ്രോസസ്സ്, മാങ്ങയ്ക്കുള്ളിലേക്ക് ആ സാൾട്ട് കടക്കുന്നുണ്ടെങ്കിൽ അകത്തുനിന്നുള്ള കണ്ടൻസ് പുറത്തോട്ട് പോകുന്നുണ്ട്, സെൽ വാളിൽ നിന്ന് ചുരുങ്ങുന്നു പ്രോട്ടോപ്ലാസ്റ്റ്. ആ പ്രോസസ്സ് പ്ലാസ്മോളിസിസ് ആണ്. നമുക്കതിൻ്റെ ഉപ്പിൻ്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ കഴിയും അത് പ്യുവർ വാട്ടറിലേക്ക് വെക്കുകയാണെങ്കിൽ. അപ്പോൾ അത് പ്ലാസ്മോളിസിസ് എന്ന പ്രോസസ്സാണ്. അപ്പോൾ പ്ലാസ്മോളിസിസ് ഈസ് ദി വിഡ്രാവൽ ഓഫ് പ്രോട്ടോപ്ലാസ്റ്റ് ഫ്രം ദ സെൽ വാൾ വെൻ ദ സെൽ ഈസ് പ്ലേസ്ഡ് ഇൻ എ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ. What is tonicity? External osmotic concentration of a cell is called tonicity. Based on tonicity, solutions are of three types: hypertonic, hypotonic and isotonic. First stage of plasmolysis is called incipient plasmolysis. അവിടെ എന്താണ്, protoplasm begins to withdraw from the cell wall. And final stage is called evident plasmolysis. Cell wall എന്നുള്ള കണക്ഷൻ കംപ്ലീറ്റ് പോയിട്ട് അതൊരു സ്ഫെറിക്കൽ ഷേപ്പ് അറ്റൈൻ ചെയ്യുന്നു. ഇറ്റ് ഈസ് കാൾഡ് എവിഡൻറ്റ് പ്ലാസ്മോളിസിസ്. പ്ലാസ്മോളൈസ്ഡ് സെല്ലിനെ നമ്മളൊരു പ്യുവർ വാട്ടറിൽ വെക്കുകയാണെങ്കിൽ അത് റിമൂവൽ ഓഫ് പ്ലാസ്മോളിസിസ് ആണ് നടക്കുക. ഇറ്റ് ഈസ് കാൾഡ് ഡീപ്ലാസ്മോളിസിസ് എന്ന് പറയാം. അടുത്ത് പറയുന്നത് വാട്ടർ ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്ന മറ്റൊരു പ്രോസസ്സാണ് ഇംബൈബിഷൻ. ഇംബൈബിഷൻ, ആപാനം എന്നൊക്കെ പറയാം. ഇംബൈബിഷൻ എന്ന് പറയാം. നമ്മൾ പറഞ്ഞു സെൽസിനകത്തേക്ക്, ലിവിങ് സെൽസിനകത്തേക്കാണ് വാട്ടർ എൻ്റർ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് എൻഡോസ്മോസ് എന്ന് പറയും. ലിവിങ് സെല്ലാണ് വാട്ടർ കിടക്കുന്നതെങ്കിൽ അതിനെ എൻഡോസ്മോസ് എന്ന് പറയും. പക്ഷേ ഡെഡ് സെൽസ്, നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ അരി പയറൊക്കെ വെള്ളത്തിലിടാറുണ്ട്. ആ വെള്ളം അകത്ത് കയറി അത് കുതിർന്ന് വീർക്കുന്നുണ്ട്. ആ വാട്ടർ കിടക്കുന്നത് ഇംബൈബിഷനാണ്. അല്ലെങ്കിൽ മഴക്കാലങ്ങളിലൊക്കെ നമ്മുടെ പുറത്തേക്ക് നിൽക്കുന്ന വാതിലോ തടിവാതിലോ വുഡൻ ഡോറോ വിൻഡോസൊക്കെ ആണെങ്കിൽ അല്പം ടൈറ്റായി വരാം. കാരണം അതിനകത്തേക്ക് ഡ്രൈ വുഡിനകത്തേക്ക് വെള്ളം കിടക്കാറുണ്ട്. അല്ലെങ്കിൽ ജെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മണ്ണിൽ വിത്തിടുമ്പോഴത്തേക്ക് വെള്ളം തളിച്ചു കൊടുക്കാറുണ്ട്. ആ ജെർമിനേറ്റിംഗ് സീഡ് എന്ന് പറഞ്ഞാൽ അവിടെ ലൈഫ് തുടങ്ങിയിട്ടില്ല, ഡോർമൻസി പീരീഡിലാണ്, ഇനാക്റ്റീവ് പീരീഡിലാണ്. അപ്പോൾ അതിനകത്തേക്ക് വാട്ടർ കിടക്കുന്നു. ആ പ്രോസസ്സ് എല്ലാം ഇംബൈബിഷനാണ്. അപ്പോൾ ഇംബൈബിഷൻ ഈസ് ദി പ്രോസസ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ബൈ ഹൈഡ്രോഫിലിക് കൊളോയിഡ്സ് വിത്തൗട്ട് ഫോമിങ് എ സൊല്യൂഷൻ. വാട്ടർ ഹൈഡ്രോഫിലിക് എന്ന് വെച്ചാൽ എന്താണ്, വാട്ടർ ലവിങ്, വാട്ടർ അബ്സോർബിങ്. ഇല്ലെങ്കിൽ വാട്ടർ റെസിസ്റ്റൻ്റ് ആണെങ്കിൽ എന്ത് പറയാം, ഹൈഡ്രോഫോബിക് എന്ന് പറയാം. അപ്പോൾ ഹൈഡ്രോഫിലിക് കൊളോയിഡ്സ്, സോളിഡ് ഓർ സെമി സോളിഡ് സബ്സ്റ്റൻസസ് എന്തായി മാറാതെ, സൊല്യൂഷനായി മാറാതെ വാട്ടറിനെ അബ്സോർബ് ചെയ്താൽ ഇറ്റ് ഈസ് കാൾഡ് ഇംബൈബിഷൻ. വാട്ട് ഈസ് ഇംബൈബിഷൻ? അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ബൈ ഹൈഡ്രോഫിലിക് കൊളോയിഡ്സ് വിത്തൗട്ട് ഫോമിങ് എ സൊല്യൂഷൻ ഈസ് കാൾഡ് ഇംബൈബിഷൻ എന്ന് പറയാം. പറഞ്ഞു പ്ലാന്റ്സ് ലിവിങ് സെൽസിനകത്ത് കിടക്കുമ്പോൾ എന്താണ്, എൻഡോസ്മോസ് നടക്കാം. അതുപോലെ തന്നെയാണ് സെൽസിനകത്തേക്ക് വാട്ടർ കിടക്കുമ്പോൾ അതേത് പ്രോസസ്സാണ്, ഇംബൈബിഷൻ. പക്ഷേ സൊല്യൂഷനായി മാറാൻ പാടില്ല. ജെർമിനേറ്റിംഗ് സീഡ് ഡോർമൻസി പീരീഡിൽ ഉള്ളപ്പോൾ അത് ഇനാക്റ്റീവ് ആണെന്നേ ഉള്ളൂ, അതിനടുത്ത് ലൈഫ് വരികയാണ് അല്ലേ. അപ്പോൾ അതെന്താണ്, ഇനാക്റ്റീവ് ഫോമിലാണത് കാണുക. അതാണ് ഇംബൈബിഷൻ എന്ന് പറയുന്നത്. ഏത് ലിക്വിഡിനെ വേണമെങ്കിലും, വാട്ടറോ മറ്റേതെങ്കിലും ലിക്വിഡിനെ വേണമെങ്കിലും ഇംബൈബ് ചെയ്യാം. അപ്പോൾ ദ സബ്സ്റ്റൻസ് ദാറ്റ് ഇംബൈബ്സ് വാട്ടർ ഓർ എനി അതർ ലിക്വിഡ് ഈസ് കാൾഡ് ഇംബൈബൻ്റ്. ഏതൊരു വസ്തുവാണോ, ഏതൊരു സെല്ലാണോ വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്നത്, ആ വസ്തുവിനെ, ആ സെല്ലിനെ എന്ത് പേര് പറയാം? ഇപ്പോൾ ഒരു സീഡാണ് നമ്മൾ വെള്ളത്തിലിടുന്നത്. അപ്പോൾ സീഡ് വെള്ളത്തെ അബ്സോർബ് ചെയ്യുന്നു, സീഡിന് എന്ത് പേര് പറയാം? ഇംബൈബൻ്റ് എന്ന് പറയാം. അപ്പോൾ ദ സബ്സ്റ്റൻസ് ദാറ്റ് ഇംബൈബ്സ് വാട്ടർ ഈസ് കാൾഡ് ഇംബൈബൻ്റ് ആൻഡ് ദ ലിക്വിഡ് ഈസ് കാൾഡ് ഇംബൈബേറ്റ്. ഏത് ലിക്വിഡിനാണോ അബ്സോർബ് ചെയ്യുന്നത് ഇറ്റ് ഈസ് കാൾഡ് ഇംബൈബേറ്റ്. ഇംബൈബൻ്റ് ആൻഡ് ഇംബൈബേറ്റ്. ഇംബൈബിഷൻ നടക്കുമ്പോൾ അവിടെ ഒരു പ്രഷർ ഡെവലപ്പ് ചെയ്യുന്നു. ഇറ്റ് ഇസ് കാൾഡ് ഇംബൈബിഷൻ പ്രഷർ എന്ന് പറയാം. ഇംബൈബിഷൻ പ്രഷർ. അങ്ങനെ ഇംബൈബിഷൻ പ്രഷർ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഇംബൈബ് ചെയ്യാനുള്ള കഴിവ് ഏറ്റവും കൂടുതലുള്ള ഒരു വസ്തുവാണ് അഗാർ എന്ന് പറയും. നമ്മൾ ടിഷ്യൂ കൾച്ചർ ഉപയോഗിക്കുന്ന അഗാറിന് 99% വാട്ടറിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഇംബൈബിഷൻ പ്രഷർ ഏറ്റവും കൂടുതലുള്ള ഒരു വസ്തു എന്ന് പറയുന്നത് അഗാർ ആണ്, ഓർത്ത് വെക്കുക.
അപ്പോൾ ഇംബൈബേഷൻ ഒരു ചെറിയൊരു ടോപ്പിക്കാണ്. നോക്കുക, ഇംബൈബേഷൻ ഇസ് ദി അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ബൈ ഹൈഡ്രോഫിലിക് കൊളോയിഡ്സ് വിത്തൗട്ട് ഫോമിങ് എ സൊല്യൂഷൻ. ലായനിയായി മാറാതെ ഹൈഡ്രോഫിലിക് കൊളോയിഡ്സ് വെള്ളത്തെ അബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സിനാണ് എന്താ പറയുക, ഇംബൈബേഷൻ എന്ന് പറയുക. സബ്സ്റ്റൻസ് ദാറ്റ് ഇംബൈബ്സ് വാട്ടർ ഇസ് കാൾഡ് ഇംബൈബൻഡ് ആൻഡ് ദി ലിക്വിഡ് ദാറ്റ് ഈസ് ബീയിങ് ഇംബൈബ്ഡ് ഇസ് കാൾഡ് ഇംബൈബേറ്റ് എന്നും പറയാം. അവിടെ ഡെവലപ്പ് ചെയ്യുന്ന പ്രശ്നം എന്ത് പറയാം, ഇംബൈബേഷൻ പ്രശ്നം എന്നും പറയാം. അപ്പോൾ ഇംബൈബേഷൻ അത്രയുള്ള ചെറിയൊരു പോർഷനാണ്. നെക്സ്റ്റ് വൺ പറയുന്നത് പ്ലാന്റ്സ് വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സിനെ കുറിച്ചാണ് പറയുന്നത്. പ്ലാന്റ്സ് എങ്ങനെ വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്നു. നമുക്കറിയാം പ്ലാന്റ്സിൻ്റെ റൂട്ടിൽ റൂട്ട് ഹെയർസ് കാണാം. റൂട്ട് ഹെയർസ് ആണ് വാട്ടറിനെ അബ്സോർബ് ചെയ്യുക. പക്ഷേ വാട്ടർ അബ്സോർബ് ചെയ്യുമ്പോൾ നമുക്കറിയാം വാട്ടർ ആൻഡ് മിനറൽ മോളിക്യൂൾസ് തമ്മിലൊക്കെ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് കാണാം. കൊഹസീവ് ആൻഡ് അഡിസീവ് ഫോഴ്സ് പഠിച്ചിട്ടുണ്ട് നമ്മൾ, കൊഹിഷൻ അഡിഷൻ. അപ്പോൾ ആ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉള്ളതുകൊണ്ട് വാട്ടർ അബ്സോർബ് ചെയ്യുമ്പോൾ കൂടെ മിനറൽസ് കൂടെ അബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ വാട്ടർ ആൻഡ് മിനറൽ ഒരുമിച്ചാണ് എന്ത് ചെയ്യുക, പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുക. അത് റൂട്ട് ഹെയർസ് ആണ് അബ്സോർബ് ചെയ്യുന്നത്, മനസ്സിലല്ലോ. അപ്പോൾ വാട്ടർ ആൻഡ് മിനറൽസ് ആർ അബ്സോർബ് ബൈ ദി റൂട്ട് ഹെയർസ്. ഇത് പ്ലാന്റ്സിൽ കടന്നതിന് ശേഷം ഉള്ള ട്രാൻസ്പോർട്ട് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലൊരു പിക്ചർ നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ടാകും, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് പിന്നെ വാട്ടർ എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, രണ്ട് തരത്തിലാണ് അവിടെ പാത്ത് വേസ് ഉള്ളത്. 2 types ഓഫ് പാത്ത് വേസ് ആണ് പ്ലാന്റ്സിലെ ട്രാൻസ്പോർട്ടിനുള്ളത്. വൺ ഈസ് കാൾഡ് അപ്പോപ്ലാസ് പാത്ത് വേ ആൻഡ് ദ സെക്കൻഡ് ഈസ് സിംപ്ലാസ് പാത്ത് വേ. Apoplasm means cell wall. Apoplasm means cell wall and symplasm means cytoplasm. അപ്പോൾ രണ്ട് തരത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്യാം. ഞാനിവിടെ കുറച്ച് സെൽസ് ആണ് വരയ്ക്കുന്നത്. നോക്കുക, ഇവിടെ കുറച്ച് സെൽസ് പ്ലാന്റ് ബോഡിയിൽ കാണുന്ന പാരൻകൈമ സെൽസൊക്കെ ഇതുപോലെ വരും. കുറച്ച് സെൽസാണ് വരുന്നത്. ഇവിടെയാണ് ഇപ്പോൾ വാട്ടർ ഉള്ളത്. രണ്ട് തരത്തിൽ മൂവ് ചെയ്യാം ഈ വാട്ടറിന്. ഒന്നുകിൽ എല്ലാ സെൽസിനുള്ളിലൂടെയും കടന്ന് ട്രാൻസ്പോർട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ സെൽസിനുള്ളിൽ കടക്കാതെയും ട്രാൻസ്പോർട്ട് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് വൺ, ഇവിടെ സെല്ലിൽ നിന്ന് ഫസ്റ്റ് സെല്ല് കിടക്കുന്നു, അതിൽ നിന്ന് അടുത്ത സെല്ലിലേക്ക്, നെക്സ്റ്റ് സെല്ലിലേക്ക്, ഇങ്ങനെ നെക്സ്റ്റ് സെല്ലിലേക്ക് ത്രൂ ദ സെൽ വാൾ, അവിടെ സൈറ്റോപ്ലാസത്തിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യാം. അപ്പോൾ സെൽ ടു സെൽ ട്രാൻസ്പോർട്ട് ത്രൂ സൈറ്റോപ്ലാസം ഈസ് കാൾഡ് സിംപ്ലാസ് പാത്വേ. സെൽ ടു സെൽ ട്രാൻസ്പോർട്ട് ഓഫ് മോളിക്യൂൾസ് ത്രൂ സൈറ്റോപ്ലാസം ഈസ് കാൾഡ് സിംപ്ലാസ് പാത്വേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ അഡ്ജസൻറ്റ് സെൽസ് തമ്മിൽ എന്ത് വേണം, ഒരു സൈറ്റോപ്ലാസ്മിക് കണക്ഷൻ വേണം. ദാറ്റ് സൈറ്റോപ്ലാസ്മിക് കണക്ഷൻ ഈസ് കാൾഡ് പ്ലാസ്മോഡെസ്മാറ്റ. സെൽ സ്ട്രക്ചർ എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു. പ്ലാസ്മോഡെസ്മാറ്റ ഈസ് ദി സൈറ്റോപ്ലാസ്മിക് സ്ട്രാൻഡ്സ് ദാറ്റ് കണക്ട്സ് ദി അഡ്ജസൻറ്റ് സെൽസ്. അടുത്തടുത്തുള്ള സെൽസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന സൈറ്റോപ്ലാസ്മിക് സ്ട്രാൻഡ് എന്ന് പറയുന്ന പേരാണ് പ്ലാസ്മോഡെസ്മാറ്റ. ഈ പ്ലാസ്മോഡെസ്മാറ്റയാണ് എന്ത് ട്രാൻസ്പോർട്ടിന് സഹായിക്കുക, സിംപ്ലാസ് പാത്വേക്ക് സഹായിക്കുക. അപ്പോൾ സിംപ്ലാസ് പാത്വേ എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കുന്നു, സെൽ ടു സെൽ ട്രാൻസ്പോർട്ട് ത്രൂ സൈറ്റോപ്ലാസം ആണ്. സെൽ ടു സെൽ ട്രാൻസ്പോർട്ട് ത്രൂ സൈറ്റോപ്ലാസം ഈസ് കാൾഡ് സിംപ്ലാസ് പാത്വേ. The cytoplasmic strands that help in this movement is called plasmodesma, plural plasmodesmata എന്ന് പറയാം. ഓക്കെ, സെക്കൻഡ് മൂവ്മെൻറ്റ് നോക്കുക. ഇതിപ്പോൾ സെല്ലിനകത്തൂടെ പോയതാണ്. സെക്കൻഡ് മൂവ്മെൻറ്റ് എന്ന് വെച്ചാൽ സെല്ലിനുള്ളിൽ കടക്കാതെ ഇവിടെ സെൽ വാളിലൂടെയോ ഇൻ്റർ സെല്ലുലാർ സ്പേസിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യാം. സെല്ലിനുള്ളിലൂടെയോ അല്ലെങ്കിൽ സെല്ലിന് പുറത്തൂടെ സെൽ വാളിലൂടെയോ ഇൻ്റർ സെല്ലുലാർ സ്പേസിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്താൽ ഇറ്റ് ഈസ് കാൾഡ് അപ്പോപ്ലാസ് പാത്വേ. അപ്പോൾ സെൽ ടു സെൽ ട്രാൻസ്പോർട്ട് ത്രൂ സെൽ വാൾ ഓർ ഇൻ്റർ സെല്ലുലാർ സ്പേസ് ഈസ് കാൾഡ് അപ്പോപ്ലാസ് പാത്വേ ആൻഡ് ത്രൂ ദി സൈറ്റോപ്ലാസം ഈസ് കാൾഡ് സിംപ്ലാസ് പാത്വേ. ഇതാണ് രണ്ട് തരത്തിലുള്ള പാത്വേസ് എന്ന് പറയുന്നത്, അപ്പോപ്ലാസ് പാത്വേ ആൻഡ് സിംപ്ലാസ് പാത്വേ. ഇത് ഓർത്ത് വെക്കുക. അതോടൊപ്പം ഈ പിക്ചറാണ് നമ്മൾ അനാറ്റമിയിൽ പഠിച്ചു. സെല്ലിൻ്റെ സ്ട്രക്ചർ പഠിച്ചപ്പോഴത്തേക്ക് ഏറ്റവും പുറമേ ഉള്ളത് എപ്പിഡെർമിസ് ആണ്. പക്ഷേ റൂട്ടിൽ എപ്പിഡെർമിസ് എന്നല്ല പറയുക, എപ്പിബ്ലമ ഓർ പിലിഫറസ് ലെയർ എന്ന് പറയാം. അപ്പോൾ ഇത് എപ്പിഡെർമിസ്. പിന്നെ ഇവിടെ നിന്നാണ് എന്ത് പുറത്തേക്കുള്ളത്, റൂട്ട് ഹെയർസ് കാണുന്നത്. ഈ റൂട്ട് ഹെയർസ് ആണ് ഫസ്റ്റ് വാട്ടർ അബ്സോർബ് ചെയ്യുന്നത്. റൂട്ട് ഹെയർസ് വാട്ടർ അബ്സോർബ് ചെയ്യുന്നുണ്ട്. എപ്പിഡെർമിസ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് കാണുന്ന പോർഷൻ എന്ന് പറയുന്നത് കോർട്ടക്സ് ആണ്. കോർട്ടക്സ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എൻഡോഡെർമിസ് ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ റൂട്ട് ഹെയർസ് ഉണ്ട്. റൂട്ട് ഹെയർസ് കഴിഞ്ഞാൽ എപ്പിഡെർമിസ് ഓർ എപ്പിബ്ലമ, നെക്സ്റ്റ് കോർട്ടക്സ്, ദെൻ ആരാണ് എൻഡോഡെർമിസ്. എൻഡോഡെർമിസിന് ഉള്ളിലും ഒരു ലെയർ ഉണ്ടെന്ന് നമുക്കറിയാം, പെരിസൈക്കിൾ. എൻഡോഡെർമിസിനുള്ള ലെയറിൻ്റെ പേര് പെരിസൈക്കിൾ. അതിൽ തന്നെ എൻഡോഡെർമിസിൽ എത്ര വാസ്കുലാർ ബണ്ടിൽസ്, എത്ര സൈലം ബണ്ടിൽസ് വരുന്നുണ്ടോ ആ സൈലം ബണ്ടിൽസിന് നേർക്കുള്ള എൻഡോഡെർമിസിന് തിക്നെസ് കുറവായിരിക്കും എന്ന് പറഞ്ഞു. ദീസ് സെൽസ് ആർ കാൾഡ് പാസേജ് സെൽസ്. ആ പാസേജ് സെൽസിലൂടെ മാത്രമേ ട്രാൻസ്പോർട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ എത്ര നമുക്കറിയാം, ഡൈക്കോട്ടിലാകുമ്പോൾ ലിമിറ്റഡ് നമ്പർ ഓഫ് വാസ്കുലർ ബണ്ടിൽസ് ആണ്. അപ്പോൾ 4 വാസ്കുലർ ബണ്ടിൽസ് ആണെങ്കിൽ 4 പാസേജ് സെൽസും കാണാം. മോണോക്കോട്ടിലാകുമ്പോൾ ന്യൂമറസ് സൈലം ബണ്ടിൽസ് കാണാം. അപ്പോൾ പാസേജ് സെല്ലിൻ്റെ നമ്പറും കൂടുന്നു. അപ്പോൾ പാസേജ് സെല്ലിലൂടെ മാത്രമേ ട്രാൻസ്പോർട്ട് നടക്കുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ എൻഡോഡെർമസ് സെല്ലും ഒരുതരം തിക്കനിങ്സ് ഉണ്ടാകുമെന്ന് പഠിച്ചു. അത്തരം തിക്കനിങ്സിനെ പറയുന്ന പേരാണ് കാസ്പേറിയൻ തിക്കനിങ്സ് ഓർ കാസ്പേറിയൻ സ്ട്രിപ്സ് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ആ കാസ്പേറിയൻ സ്ട്രിപ്പ് ഒഴികെയുള്ള ഭാഗത്തൂടെ മാത്രമേ ട്രാൻസ്പോർട്ട് നടക്കുന്നുള്ളൂ. അപ്പോൾ പെരിസൈക്കിളെത്തി.
ഈ പെരിസൈക്കിളും കഴിഞ്ഞാൽ മാത്രമേ ആ വാട്ടർ എവിടെ എത്തുന്നുള്ളൂ, ഈ സൈലത്തിലെത്തുന്നുള്ളൂ. അപ്പോൾ സീരിയലായിട്ട് ഈ ഓർഡറിൽ ഇതാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ, റൂട്ട് ഹെയർസ് അബ്സോർബ് വാട്ടർ, ഇറ്റ് റീച്ച് ദി എപ്പിഡെർമിസ്, കോർട്ടക്സിലൂടെ എൻഡോഡെർമിസിലെത്തുന്നു. എൻഡോഡെർമിസിൽ എന്തുണ്ട്, കാസ്പേറിയൻ സ്ട്രിപ്സ് ഉണ്ട്. എന്നാൽ എവിടെയില്ല, സൈലത്തിനെ ഫേസ് ചെയ്യുന്ന എൻഡോഡെർമിസ് സെല്ല് മാത്രം പാസേജ് സെല്ലുകളാണ്. അതിലൂടെ പെരിസൈക്കിളിലെത്തുന്നു. പെരിസൈക്കിൾ കഴിഞ്ഞാൽ മാത്രമേ എവിടെ എത്തുന്നുള്ളൂ, സൈലത്തിൽ എത്തുന്നുള്ളൂ. അതാണ് ഇവിടെ ഈ സെൽസ് ആയിട്ട് വരച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഒന്ന് നോക്കുക. ഫസ്റ്റ് അബ്സോർബ് ചെയ്യുന്ന റൂട്ട് ഹെയർസ് ആണ്. റൂട്ട് ഹെയർസിലൂടെ എപ്പിഡെർമിസിലെത്തുന്നു. ഫ്രം എപ്പിഡെർമിസ് എവിടേക്ക്, കോർട്ടക്സിലേക്ക് വരുന്നു. കോർട്ടക്സ് കഴിഞ്ഞാൽ അടുത്ത് എൻഡോഡെർമിസ് ആണ്. എൻഡോഡെർമിസ്, ഇതാണ് എൻഡോഡെർമിസ്. എൻഡോഡെർമിസ് കഴിഞ്ഞാൽ അടുത്ത് പെരിസൈക്കിൾ വരുന്നു. പെരിസൈക്കിളിലെത്തുന്നു. പെരിസൈക്കിൾ കഴിഞ്ഞാൽ മാത്രമേ സൈലത്തിലേക്ക് വാട്ടർ എത്തുന്നുള്ളൂ. ഈ പിക്ചർ തന്നെ ക്വസ്റ്റ്യനിൽ തരാറുണ്ട്, എന്നിട്ട് ചോദിക്കാറുണ്ട്. ഇവിടെ ഇനി നമുക്ക് ട്രാൻസ്പോർട്ട് രണ്ട് തരത്തിൽ നടക്കാമെന്ന് പറയും. ഇതെല്ലാം സെൽസിനകത്തൂടെയാണ് ആരോമാർക്ക് കൊടുത്തിരിക്കുന്നത്. സെൽസിനകത്തൂടെ മീൻസ് സൈറ്റോപ്ലാസത്തിലൂടെ. ദറ്റ് മൂവ്മെൻറ്റ് ഈസ് കാൾഡ് സിംപ്ലാസ് പാത്വേ. അപ്പോൾ ഈ മൂവ്മെൻറ്റ് സിംപ്ലാസ് പാത്വേ ആണ്. ഇനി ഇതല്ലാതെ ഒരു മൂവ്മെൻറ്റ് നടക്കാം. നോക്കുക, ഇവിടെ ഉള്ളിൽ കടക്കാതെ തന്നെ ഈ സെല്ലിനകത്തൂടെ ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യാം. സെല്ലിനുള്ളിൽ കടക്കാതെ, സൈറ്റോപ്ലാസത്തിൻ്റെ ഹെൽപ്പൊന്നും ഇല്ലാതെ ഏതിലൂടെ, സെൽ വാളിലൂടെ ഒരു ട്രാൻസ്പോർട്ട് നടക്കാം. അപ്പോൾ ഇറ്റ് ഈസ് കാൾഡ് അപ്പോപ്ലാസ് പാത്വേ. അപ്പോൾ സെൽ ടു സെൽ ട്രാൻസ്പോർട്ട് ത്രൂ സെൽ വാൾ ഓർ ഇന്റർസെല്ലുലാർ സ്പേസ് ഈസ് കാൾഡ് അപ്പോപ്ലാസ് പാത്വേ ആൻഡ് ത്രൂ ദ സൈറ്റോപ്ലാസം ഈസ് കാൾഡ് സിംപ്ലാസ് പാത്വേ. ഇത് കൃത്യമായിട്ട് പഠിക്കുക. ആ ഓർഡറിൽ നമ്മൾ അനാറ്റമി പഠിച്ചത് തന്നെയാണ്. റൂട്ട് ഹെയർസ്, എപ്പിഡെർമിസ്, കോർട്ടക്സ്, എൻഡോഡെർമിസ്, പെരിസൈക്കിൾ ആൻഡ് ദെൻ സൈലം. സൈലത്തിലെത്തുന്നു. ഇനി ഇവിടെ എൻഡോഡെർമിസിൽ സൈലത്തിന് നേർക്ക് വരുന്ന സെൽ മാത്രമേ, ഈ പിക്ചറിൽ നോക്കാൻ 4 സൈലം ബണ്ടിൽസ് ആണുള്ളത്. അപ്പോൾ 4 പാസേജ് സെല്ലും ഉണ്ടാവും. അപ്പോൾ ഇതിന് നേർക്ക് വരുന്ന ഇവിടെ മാത്രമേ പാസേജ് സെല്ലുള്ളൂ, ഈ 4 ഭാഗത്ത്. അതൊഴികെ ബാക്കിയുള്ള എല്ലാ ഭാഗത്തും എന്തുണ്ട്, കാസ്പേറിയൻ സ്ട്രിപ്സ് ഉണ്ട്. ആ കാസ്പേറിയൻ സ്ട്രിപ്സ് ആണ് ഇവിടെ മുകളിലും താഴെയിട്ട് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പിക്ചർ ഓർത്ത് വെക്കുക. അപ്പോൾ 2 ടൈപ്സ് ഓഫ് ട്രാൻസ്പോർട്ട്, അപ്പോപ്ലാസ് പാത്വേ ആൻഡ് സിംപ്ലാസ് പാത്വേ. ഇതാണ് ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോക്കസ് ഏരിയയിൽ നെക്സ്റ്റ് പോയിന്റ് ട്രാൻസ്പിറേഷൻ ആണ്. ട്രാൻസ്പിറേഷൻ, നമുക്ക് ട്രാൻസ്പിറേഷൻ ഈസ് ദി ലോസ് ഓഫ് വാട്ടർ ഫ്രം പ്ലാന്റ്സ്. ട്രാൻസ്പിറേഷൻ ഈസ് ദി ലോസ് ഓഫ് വാട്ടർ ഫ്രം പ്ലാന്റ്സ്. പ്ലാന്റ്സിൽ നിന്ന് വാട്ടർ ലോസ് ആവുന്നത്, നഷ്ടപ്പെടുന്നത് വാട്ടർ വേപ്പറായിട്ടാണ്. വാട്ടർ നഷ്ടപ്പെടുക. സോ നമുക്ക് വേണമെങ്കിൽ പറയാം, ട്രാൻസ്പിറേഷൻ ഈസ് ദി ഇവാപ്പറേറ്റീവ് ലോസ് ഓഫ് വാട്ടർ എന്ന് പറയാം. ട്രാൻസ്പിറേഷൻ ഈസ് ദി ഇവാപ്പറേറ്റീവ് ലോസ് ഓഫ് വാട്ടർ. അപ്പോൾ വാട്ടർ നഷ്ടപ്പെടുന്നത് ആസ് വാട്ടർ വേപ്പറായിട്ടാണ്. ദാറ്റ് പ്രോസസ് ഈസ് കാൾഡ് ട്രാൻസ്പിറേഷൻ. ലോസ് ഓഫ് വാട്ടർ ഫ്രം പ്ലാന്റ്സ് ഇൻ ദ ഫോം ഓഫ് വാട്ടർ വേപ്പർ. ഈ ട്രാൻസ്പിറേഷൻ നടക്കുന്നത് പ്ലാന്റ്സിലുള്ള നാച്ചുറൽ ഓപ്പണിങ്സിലൂടെയാണ്. നാച്ചുറൽ ഓപ്പണിങ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ്, സ്റ്റൊമാറ്റയിലൂടെ നടക്കുന്നുണ്ട്, ക്യൂട്ടിക്കിളിലൂടെ നടക്കുന്നുണ്ട്, ലെൻഡ് സെല്ലിലൂടെയൊക്കെ നടക്കുന്നുണ്ട് ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നാച്ചുറൽ ഓപ്പണിങ്സ് ആണ്. ഇനി പ്ലാന്റ്സിൽ നിന്നല്ലാതെ ഇഞ്ചുറീസിലൂടെയും വാട്ടർ പുറത്തേക്ക് വരാം. പ്ലാന്റ്സിൽ നിന്ന് ഇഞ്ചുറീസിലൂടെയാണ് വാട്ടർ പുറത്തേക്ക് വരുന്നതെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് എക്സുഡേഷൻ. Oozing out of sap through injuries is called exudation. Oozing out of sap through injuries is called exudation. ഒരു പ്ലാന്റ്, ഒരു വാഴയൊക്കെ നമ്മൾ പകുതി വെച്ച് ഇങ്ങനെ മുറിക്കുകയാണെങ്കിൽ അതുവഴി വെള്ളം പുറത്തേക്ക് വരാറുണ്ട്. അപ്പോൾ ആ പ്രോസസ്സ് ഏതാണ്, എക്സുഡേഷനാണ്. പക്ഷെ ഇവിടെ നടക്കുന്നത് എന്താണ്, നമ്മുടെ ബോഡിയിൽ നിന്ന് ബ്ലീഡിങ്, മുറിവുണ്ടായി ബ്ലീഡിങ് ഉണ്ടാകുന്നതും സ്വെറ്റിങ്ങും ഒരുപോലല്ല. സ്വെറ്റിംഗ് നടക്കുന്ന നാച്ചുറൽ ഓപ്പണിങ്സിലൂടെയാണ്. അതുപോലെയാണ് ഇവിടെ നടക്കുന്ന നാച്ചുറൽ ഓപ്പണിങ്സിലൂടെയാണ് നടക്കുക. Through stomata is called stomatal transpiration. Transpiration through stomata is called stomatal transpiration. പിന്നെ നമുക്കറിയാം ഒരു വാക്സി കോട്ടിംഗ് ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട് ലീഫിലും പ്ലാന്റ്സിലൊക്കെ ചില സ്റ്റെമ്മിൻ്റെയൊക്കെ പുറത്ത്. ആ ക്യൂട്ടിക്കിളിലൂടെ ട്രാൻസ്പിറേഷൻ നടക്കാം. ക്യൂട്ടിക്കൽ റേറ്റ് ഓഫ് ട്രാൻസ്പിറേഷൻ മിനിമൈസ് ചെയ്യുന്നു, അതുവഴി നടക്കാം. ഇറ്റ് ഈസ് കാൾഡ് ക്യൂട്ടിക്കുലർ ട്രാൻസ്പിറേഷൻ. ഇനി ലീഫിൽ സ്റ്റൊമാറ്റ എന്ന ഓപ്പണിംഗ് ഉള്ളതുപോലെ തന്നെ സ്റ്റെമ്മിൽ ഓപ്പണിങ്സ് കാണാം. ഇറ്റ് ഈസ് കാൾഡ് ലെൻഡിസെൽ. Through lenticel is called lenticular transpiration. അപ്പോൾ ട്രാൻസ്പിറേഷൻ ത്രൂ സ്റ്റൊമാറ്റ, സ്റ്റൊമാറ്റൽ ട്രാൻസ്പിറേഷൻ, ത്രൂ ക്യൂട്ടിക്കിൾ, ക്യൂട്ടിക്കുലർ ട്രാൻസ്പിറേഷൻ, ത്രൂ ലെൻറ്റിസൽ, ലെൻറ്റിക്കുലർ ട്രാൻസ്പിറേഷൻ. ദീസ് സ്റ്റൊമാറ്റ, ക്യൂട്ടിക്കിൾ ആൻഡ് ലെൻറ്റിസൽസ് ആർ നാച്ചുറൽ ഓപ്പണിങ്സ്. എന്നാൽ ഇഞ്ചുറീസിലൂടെയാണ് വാട്ടർ പുറത്തേക്ക് പോകുന്നതെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് എക്സുഡേഷൻ. നെക്സ്റ്റ് വൺ, ട്രാൻസ്പിറേഷൻ നടക്കുന്നത് വാട്ടർ വേപ്പറായിട്ട്, ഇവാപ്പറേറ്റ് ചെയ്താണ് പോവുക. എന്നാൽ പ്ലാന്റ്സിൽ, എല്ലാ പ്ലാന്റ്സിലും അല്ല, ചില പ്ലാന്റ്സിലൊക്കെ വാട്ടർ ലിക്വിഡ് ഫോമിൽ തന്നെ നഷ്ടപ്പെടാറുണ്ട്, വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് നഷ്ടപ്പെടാറുണ്ട്. ദിസ് ലോസ് ഓഫ് വാട്ടർ ആസ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഈസ് കാൾഡ് ഗട്ടേഷൻ. ഗട്ടേഷൻ എന്നാണ് പറയുക. ട്രാൻസ്പിറേഷൻ നടക്കുന്നത് ലീഫിൻ്റെ ലോവർ എപ്പിഡെർമിസിലുള്ള സ്റ്റൊമാറ്റ എന്ന ഓപ്പണിങ്ങിലൂടെയാണ്. പക്ഷേ ഇത് നടക്കുന്നത് ലീഫ് ടിപ്പിൽ കാണുന്ന ചില മൈന്യൂട്ട് ഓപ്പണിങ്സിലൂടെയാണ്. ദീസ് ഓപ്പണിങ്സ് ഓർ പോർസ് ആർ കാൾഡ് ഹൈഡത്തോട്സ്. അപ്പോൾ ഗട്ടേഷൻ ടേക്സ് പ്ലേസ് ത്രൂ ഹൈഡത്തോട്സ് എന്ന് പറയാം. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ട്രാൻസ്പിറേഷൻ ഈസ് ദി ഇവാപ്പറേറ്റീവ് ലോസ് ഓഫ് വാട്ടർ.
ഇനി അപ്പോൾ പ്ലാന്റിൽ നിന്ന് ഈ ഇങ്ങനെ വാട്ടർ നഷ്ടപ്പെടുന്നത് പ്ലാന്റ്സിന് യൂസ്ഫുൾ ആണോ ഹാംഫുൾ ആണോ എന്നാണ്. നമുക്ക് ഒരു എക്സാമ്പിൾ, കർട്ടിസ് എന്ന സയൻറ്റിസ്റ്റ് എന്ന സയൻറ്റിസ്റ്റ് പറഞ്ഞത് ട്രാൻസ്പിറേഷൻ ഈസ് എ നെസസറി ഈവിൾ എന്നാണ് പറഞ്ഞത്. നെസസറി ഈവിൾ, പ്ലാന്റ്സിന് നെസസറി ആയിട്ട് നടക്കേണ്ട ഒരു പ്രോസസ്സാണ് ഏത് ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത്. പക്ഷേ മണ്ണിൽ നിന്ന് പിന്നീട് അല്പം പോലും വാട്ടർ അവർക്ക് അബ്സോർബ് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ ഏറ്റവും മിനിമം എമൗണ്ട് ഓഫ് വാട്ടറിനെ പറയുന്ന പേര്, സോയിലുള്ള ഏറ്റവും മിനിമം എമൗണ്ട് ഓഫ് വാട്ടർ ഇസ് കാൾഡ് വിൽറ്റിംഗ് പോയിന്റ് എന്ന് പറയും. ആ ലെവലെങ്കിലും വാട്ടർ ചെറുതായിട്ട് കിട്ടണം. അതിനേക്കാൾ കുറഞ്ഞാൽ പിന്നെ വാട്ടർ അബ്സോർബ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് അതെന്തായിട്ട് മാറുക, ഈവിൾ ആയിട്ട് മാറുക. അപ്പോൾ നെസസറി ആണ്, എന്നാൽ അത് ഈവിൾ ആയി മാറാം വാട്ടർ പിന്നീട് അബ്സോർബ് ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ. അപ്പോൾ അതിനാണ് എന്താ പറയുക, നെസസറി ഈവിൾ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്പിറേഷൻ ഈസ് ദി നെസസറി ഈവിൾ. അപ്പോൾ ട്രാൻസ്പിറേഷൻ കൊണ്ടുള്ള ചില അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻറ്റ് ടേംസ് പോയിൻറ്റ്സ് ആണ് പറയുന്നത്. ട്രാൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ വെറുതെ വാട്ടർ ലോസായി നഷ്ടപ്പെട്ട് പ്ലാന്റ്സിന് ഹാംഫുൾ ആകുന്നൊരു പ്രോസസ്സ് അല്ല. അതുകൊണ്ട് ഒത്തിരി യൂസസ് പ്ലാന്റ്സിനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഫോട്ടോസിന്തസിസ് ഒരു ഫുഡ് പ്രൊഡക്ഷൻ പ്രോസസ്സാണ്. അതിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്നൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് ട്രാൻസ്പിറേഷനാണ്. ആ പോയിൻറ്റ്സ് ഒന്ന് നോക്കാം. ട്രാൻസ്പിറേഷൻ ക്രിയേറ്റ്സ് ട്രാൻസ്പിറേഷൻ പുൾ. കാരണം പ്ലാന്റ് ബോഡിയിൽ ഉള്ള വാട്ടർ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴേ വീണ്ടും അതിനെ അബ്സോർബ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഓർ പുൾ പ്ലാന്റ്സിൽ ഡെവലപ്പ് ചെയ്യുള്ളൂ. ദാറ്റ് പുൾ ഓർ ടെൻഷൻ ഈസ് കാൾഡ് ട്രാൻസ്പിറേഷൻ പുൾ എന്ന് പറയാം. അപ്പോൾ ട്രാൻസ്പിറേഷൻ ക്രിയേറ്റ്സ് ട്രാൻസ്പിറേഷൻ പുൾ. നമ്മുടെ ബോഡിയിലുള്ള വെള്ളം സ്വെറ്റിലൂടെ യൂറിലൂടെ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴേ നമുക്ക് തേഴ്സ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ പ്ലാന്റ്സിൽ നഷ്ടപ്പെട്ടാൽ മാത്രമേ, ട്രാൻസ്പിറേഷൻ നഷ്ടപ്പെട്ടാൽ മാത്രമേ വീണ്ടും വെള്ളത്തെ അത് അബ്സോർബ് ചെയ്യുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി എന്തുകൊണ്ട് ഒരു പുൾ ഓർ ടെൻഷൻ ഡെവലപ്പ് ചെയ്യണം, ഒരു ടെൻഷൻ, ഒരു വലിവ് ഫോം ചെയ്യണം. ദറ്റ് ടെൻഷൻ ഈസ് കാൾഡ് ട്രാൻസ്പിറേഷൻ പുൾ. അപ്പോൾ ട്രാൻസ്പിറേഷൻ ക്രിയേറ്റ്സ് ട്രാൻസ്പിറേഷൻ പുൾ എന്ന് പറയാം. സെക്കൻഡ്, സപ്ലൈസ് വാട്ടർ ഫോർ ഫോട്ടോസിന്തസിസ്. കാരണം ട്രാൻസ്പിറേഷൻ നടന്ന് വാട്ടർ ലോസായി കഴിയുന്നു. നെക്സ്റ്റ് ട്രാൻസ്പിറേഷൻ പുൾ ഡെവലപ്പ് ചെയ്യുന്നു, വീണ്ടും വാട്ടർ അബ്സോർബ് ചെയ്യുന്നു. ഈ വാട്ടറാണ് എന്തിനു ഉപയോഗിക്കാൻ പറ്റുന്നത്, ഫോട്ടോസിന്തസിന് ഉപയോഗിക്കുക. അപ്പോൾ ട്രാൻസ്പിറേഷൻ എന്തിനു സഹായിക്കുന്നു, സപ്ലൈസ് വാട്ടർ ഫോർ ഫോട്ടോസിന്തസിസ് എന്ന് പറയാം. തേർഡ് പോയിന്റ് നോക്കുക, ട്രാൻസ്പോർട്ട്സ് മിനറൽസ് ഫ്രം സോയിൽ. വാട്ടർ അബ്സോർബ് ചെയ്യുമ്പോൾ വാട്ടർ മാത്രം അല്ല പ്ലാന്റ്സിനകത്തേക്ക് വരിക, കൂടെ മിനറൽസ് കൂടെ അബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട്. വാട്ടർ അബ്സോർബ് ചെയ്യുമ്പോൾ കൂടെ മിനറൽസും കൂടെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ തവണയും ട്രാൻസ്പിറേഷൻ നടന്നു കഴിയുമ്പോഴത്തേക്കാണ് എന്ത് ചെയ്യുക, വാട്ടറിനോടൊപ്പം മിനറൽസിനെയും അബ്സോർബ് ചെയ്യുക. എലോങ് വിത്ത് ദ ഫ്ലോ ഓഫ് വാട്ടർ മിനറൽസ് ആർ ആൾസോ അബ്സോർബ്. എലോങ് വിത്ത് വാട്ടർ അതിനെ സഹായിക്കുന്നത് കൊഹിഷൻ, അഡിഷനൊക്കെയാണ് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയാണ് അബ്സോർബ് ചെയ്യുക. അപ്പോൾ ട്രാൻസ്പിറേഷൻ തുടർന്നാണ് എന്ത് നടക്കുക, മിനറൽസിൻ്റെ അബ്സോർപ്ഷൻ നടക്കുക. നെക്സ്റ്റ് വൺ, കൂൾസ് ലീഫ് സർഫസ്. ഇലകളുടെ സർഫസിനെല്ലാം നന്നായിട്ട് തണുപ്പിക്കുന്നു. നമ്മൾ വെയിലത്തൊക്കെ നടന്നിട്ട് മരത്തിന് ചുറ്റി വരുമ്പോൾ നല്ല തണുപ്പ് തോന്നും. എന്താണ് തണുപ്പ്, ഹ്യൂമിഡിറ്റിക്ക്. കാരണം ട്രാൻസ്പിറേഷനിലൂടെ പുറത്ത് വന്ന വാട്ടർ വേപ്പർ അവിടെ നിൽക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ലീഫ് സർഫസ് കൂൾ ചെയ്യുന്നു. ലീഫ് സർഫസ് കൂളുമ്പോൾ ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ അവിടെ റേറ്റ് ഓഫ് ട്രാൻസ്പിറേഷനും കുറയും. അങ്ങനെ റേറ്റ് ഓഫ് ട്രാൻസ്പിറേഷൻ കുറയും. അപ്പോൾ അത് ലീഫ് സർഫസിനെയൊക്കെ കൂൾ ചെയ്യാൻ സഹായിക്കുന്നു. നെക്സ്റ്റ് വൺ, മെയിൻറ്റെയിൻ ഷേപ്പ് ആൻഡ് സ്ട്രക്ചർ ഓഫ് പ്ലാന്റ്സ്. പ്ലാന്റ്സിൻ്റെ ഷേപ്പ് ആൻഡ് സ്ട്രക്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു, സെൽസിനകത്തോട്ട് വെള്ളം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രഷർ ഉണ്ടാവും, ടർഗർ പ്രഷർ. അപ്പോൾ ടർജിഡിറ്റി എന്ന് പറയാൻ കണ്ടീഷന്, വെള്ളം പുറത്തേക്ക് നഷ്ടപ്പെടുമ്പോൾ സെൽ ഷ്രിങ്ക് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ എക്സ്പാൻഷൻ ആൻഡ് റിലാക്ഷൻ, അല്ലെങ്കിൽ ചുരുങ്ങുക, വീർക്കുക, ആ ഒരു പ്രോസസ്സിലൂടെ സെൽസിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ പ്ലാന്റ് ബോഡിയുടെ തന്നെ ഷേപ്പ് ആൻഡ് സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു ട്രാൻസ്പിറേഷൻ. മെയിൻറ്റെയിൻ ഷേപ്പ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ദ പ്ലാന്റ്സ് ബൈ കീപ്പിംഗ് ദ സെൽസ് ടർജിഡ്. അല്ലേ, ടർജിഡിറ്റി അറിയാലോ, അകത്ത് വെള്ളം കിടക്കുമ്പോൾ സെല്ല് ടർജിഡ് ആവുന്നു. അപ്പോൾ പ്ലാന്റ് ബോഡി നിവർന്നു നിന്ന് അതിൻ്റെ എക്സാക്ട് ഷേപ്പ് ആൻഡ് സൈസിൽ സ്ട്രക്ചറൊക്കെ കാണാൻ കഴിയും നമുക്ക്. അതിനാണ് എന്ത് പറയുന്നത്, ഈ സർഫസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയും ട്രാൻസ്പിറേഷൻ്റെ അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്, മെറിറ്റ്സ് ആണ് പറയുന്നത്. ഒന്നുകൂടെ നോക്കുക, ട്രാൻസ്പിറേഷൻ ക്രിയേറ്റ്സ് എ ട്രാൻസ്പിറേഷൻ പുൾ. സെക്കൻഡ്, ഇറ്റ് സപ്ലൈസ് വാട്ടർ ഫോർ ഫോട്ടോസിന്തസിസ്. ട്രാൻസ്പോർട്ട്സ് മിനറൽസ് ഫ്രം സോയിൽ. അലോങ് വിത്ത് വാട്ടർ മിനറൽസ് ആർ ആൾസോ അബ്സോർബ്ഡ്. പിന്നെ കൂൾസ് ലീഫ് സർഫസ്. Then maintain shape and structure of plants, and last by keeping the cells turgid. എൻഡോസ്പോസിൻ്റെ ഫലമായിട്ട് സെൽ ടർജിഡ് ആവുന്നു, ഇല്ലാത്തപ്പോൾ അത് ഇത് ചെയ്യുന്നു, ഷ്രിങ്ക് ചെയ്യുന്നു. ഇതാണ് നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്പിറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് അതാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ട്രാൻസ്പിറേഷൻ പുൾ ആണ്. ട്രാൻസ്പിറേഷൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നൊരു പ്രോസസ്സിനാണ് ട്രാൻസ്പിറേഷൻ പുൾ എന്ന് പറയുന്നത്. ഈ ട്രാൻസ്പിറേഷൻ പുള്ളാണ് എന്തിനു സഹായിക്കുക, വെള്ളത്തെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുക. എങ്ങനെ, ഏത് പ്ലാന്റ്സിൽ വെള്ളത്തെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നു എന്ന് നോക്കാം. നമുക്കറിയാം, ഉയരം കുറഞ്ഞ ചെടികളിൽ, ഇതൊരു സ്മോൾ പ്ലാന്റ് ആണെന്ന് കരുതുക, ഇതല്പം ടോൾ ട്രീ ആണ്. ഇത് രണ്ടിലും വെള്ളം മുകളിലേക്കാണ് പോകേണ്ടത്. പക്ഷേ അത് ഈസി ആയിട്ടുള്ള കാര്യമില്ല. കാരണം എന്താണ്, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഉണ്ട്. ഈ ഗ്രാവിറ്റിക്ക് എഗൻസ്റ്റ് ആയിട്ടാണ് വാട്ടർ മുകളിലേക്ക് ഉയർന്നു പോകേണ്ടത്.
അപ്പോൾ അതിന് നമുക്ക് കുറേ ക്യാപ്പിലറി ഫോഴ്സ് എന്ന് പറയാം. നമ്മൾ പറയാറുണ്ട് സൈലത്തെ ക്യാപ്പിലറി ട്യൂബ്സ് ആണെന്ന് പറയാറുണ്ട്. അപ്പോൾ ഗ്രാവിറ്റിക്ക് എഗൻസ്റ്റ് ആയിട്ട് വെള്ളത്തെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടാണ് പോകേണ്ടത്. ക്യാപ്പിലറി ഫോഴ്സിലൂടെ വെള്ളം മുകളിലേക്ക് ഉയർന്ന് പോകുന്നത്. ഇതൊരു ചെറിയ ചെടിയാണ്, സ്മോൾ പ്ലാന്റ് ആണ്. ഉയരം കുറയുമ്പോഴത്തേക്ക് അവിടെ എന്ത് പറയും, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിയും കുറയും. ഉയരം കുറയുമ്പോൾ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിയും കുറവായിരിക്കും. അപ്പോഴത്തേക്ക് വെള്ളത്തെ മുകളിലേക്ക് ഉയർത്തി വിടാനായിട്ട് ഇവിടെ റൂട്ടിൽ ഉണ്ടാകുന്ന ആ പ്രഷർ മാത്രം മതി. ദാറ്റ് ഈസ് കോൾഡ് റൂട്ട് പ്രഷർ. അപ്പോൾ ഉയരം കുറഞ്ഞ ചെടികളിൽ വെള്ളത്തെ മുകളിലേക്ക് പുഷ് ചെയ്യാൻ റൂട്ട് പ്രഷർ എന്ന പ്രോസസ്സ് മാത്രം മതി. വാട്ട് ഇസ് റൂട്ട് പ്രഷർ? ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഡെവലപ്ഡ് ഇൻ ദ സൈലം ഡ്യൂ ടു ദ എൻട്രി ഓഫ് വാട്ടർ. പ്ലാന്റ് ബോഡിയിൽ റൂട്ടിൽ വാട്ടർ കിടക്കുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ എന്തുണ്ടാകുന്നു, ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഡെവലപ്പ് ചെയ്യുന്നു. ദാറ്റ് പ്രഷർ ഈസ് കാൾഡ് റൂട്ട് പ്രഷർ എന്ന് പറയാം. ദാറ്റ് പ്രഷർ ഈസ് കാൾഡ് റൂട്ട് പ്രഷർ എന്ന് പറയാം. ഓക്കെ, ഇത് മാത്രം മതി ഉയരം കുറഞ്ഞ ചെടികളിൽ. പക്ഷേ ടോൾ ട്രീസിൽ അത് പോരാ. ഉയരം കൂടുന്തോറും ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിയും കൂടുന്നു. ആ ഗ്രാവിറ്റിക്ക് എഗൻസ്റ്റ് ആയിട്ട് ഇങ്ങനെ വെള്ളത്തെ മുകളിലേക്ക് ഉയർത്തി വിടാനായിട്ട് റൂട്ട് പ്രഷർ മാത്രം പോരാ. അപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് ഒരു ഒരു വലിവ് കൂടെ വേണം. അപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് ഒരു പുൾ കൂടെ വേണം. ദാറ്റ് പുൾ ഈസ് കാൾഡ് ട്രാൻസ്പിറേഷൻ പുൾ. അപ്പോൾ ട്രാൻസ്പിറേഷൻ പുൾ സഹായിക്കുക ഉയരം കൂടിയ ചെടികളിലാണ്. കാരണം റൂട്ട് പ്രഷർ മാത്രം പോരാ, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി കൂടുന്നത് കാരണം. അപ്പോൾ മുകളിൽ നിന്ന് താഴ്ന്നുള്ള പുഷ്, റൂട്ട് പ്രഷറിനോടൊപ്പം തന്നെ മുകളിൽ നിന്നൊരു പുൾ കൂടെ വേണം. ആ പുള്ളാണ് ഏത്, ട്രാൻസ്പിറേഷൻ പുൾ എന്ന് പറയുക. അപ്പോൾ ട്രാൻസ്പിറേഷൻ പുൾ ഇസ് എ പുൾ ഓർ ടെൻഷൻ ഡെവലപ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ട്രാൻസ്പിറേഷൻ. ഈ ട്രാൻസ്പിറേഷൻ പുൾ നടക്കുമ്പോൾ അതിനോടൊപ്പം വേണ്ട കാര്യങ്ങളാണ് ഏത്, കൊഹഷൻ, അഡിഷൻ ആൻഡ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. What is cohesion? Cohesion is the attractive force between similar molecules. Cohesion is the attractive force between similar molecules. Water molecules are attracted with each other. Okay. ഇനി വാട്ടർ മോളിക്യൂൾസ് അട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് അതെന്തുകൂടാണ്, സർഫസ് ടെൻഷനും കൂടാണ്. പിന്നെ നമുക്കറിയാം ഡിസിമിലർ മോളിക്യൂൾസ് തമ്മിലാണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് അഡിഷൻ. വാട്ടർ ആൻഡ് സൈലം, വാട്ടർ മിനറൽസ് ആൻഡ് സൈലം, അല്ലെങ്കിൽ മിനറൽ മോളിക്യൂൾസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിനറൽ മോളിക്യൂൾസ് ഉണ്ട്. ഇതൊക്കെ തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടെങ്കിൽ അത് അഡിഷനാണ്, അഡ്ഹസീവ് ഫോഴ്സാണ്. അപ്പോൾ കൊഹിഷൻ, അഡിഷൻ ആൻഡ് സർഫസ് ടെൻഷൻ ഇതെന്തിന് സഹായിക്കുന്നുണ്ട്, വെള്ളത്തെ മുകളിലേക്ക് ഉയർത്തി കൊണ്ടുപോകാൻ സഹായിക്കുന്നുണ്ട്, അലോങ് വിത്ത് ട്രാൻസ്പിറേഷൻ പുൾ. അപ്പോൾ ഉയരം കൂടിയ ചെടികളിൽ റൂട്ട് പ്രഷർ മാത്രം പോരാ, എന്തോടെ വേണം, ട്രാൻസ്പിറേഷൻ പുൾ കൂടെ വേണം. അപ്പോൾ പുൾ ഓർ ടെൻഷൻ ഡെവലപ്ഡ് ഇൻ ദ സൈലം ഇസ് കാൾഡ് ട്രാൻസ്പിറേഷൻ പുൾ. ഇത് നടക്കുന്നത് ഇതെവിടെ പറഞ്ഞു, ട്രാൻസ്പിറേഷൻ്റെ ഫലമായിട്ടാണ് ട്രാൻസ്പിറേഷൻ പുൾ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ അവ തമ്മിൽ വാട്ടർ മോളിക്യൂൾസ് തമ്മിലും വാട്ടർ മിനറൽസ് തമ്മിലും വാട്ടർ ആൻഡ് സൈലം തമ്മിലുള്ള ഒരു അട്രാക്റ്റീവ് ഫോഴ്സസ് ഏതൊക്കെയാണ്, കൊഹിഷൻ, അഡിഷൻ ആൻഡ് സർഫസ് ടെൻഷൻ സഹായിക്കുന്നുണ്ട്. പിന്നെ നമുക്കറിയാം സൈലം എന്ന് പറയുന്നത് ക്യാപ്പിലറി ട്യൂബ് പോലെയാണ് വർക്ക് ചെയ്യുക. ക്യാപ്പിലറി ട്യൂബിൻ്റെ വലിപ്പം കുറയും തോറും അവിടെ പ്രഷർ കൂടുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് വാട്ടറിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നു, വലിയ പൈപ്പിനേക്കാൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാപ്പിലറി ട്യൂബ് പോലുള്ള സൈലത്തോടെ വാട്ടർ മുകളിലേക്ക് ഉയർന്നതിന് സഹായിക്കുന്നു. ഇത് ട്രാൻസ്പിറേഷൻ പുൾ. ഇത്രയുമാണ് ഈ ചാപ്റ്ററിലുള്ള ഫോക്കസ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്.